മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസിൽ പിടിവലി തുടരുന്നു. ഒരാൾ പോലും പിന്നോട്ടില്ല. എംഎൽഎമാരുടെ എണ്ണം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കെ.സി. വേണുഗോപാൽ ഡൽഹി പാളയത്തിൽ കരുക്കൾ നീക്കുമ്പോൾ ജനപിന്തുണയുടെ തരംഗം തനിക്കൊപ്പമാണെന്ന് തെളിയിക്കാനാണ് വി.ഡി. സതീശൻ. ഇത്ര വർഷം കാത്തിരുന്നത് ഞാനല്ലേ എന്ന ഭാവത്തിൽ സീനിയോറിറ്റിയുടെ കാർഡ് തുറന്ന് രമേശ് ചെന്നിത്തല. പുറത്ത് ഐക്യത്തിന്റെ ചിരി, അകത്ത് കസേരയ്ക്കായി കൊമ്പുകോർത്ത് 3 പാളയങ്ങൾ. കെ.സിയെ തടയാൻ സതീശൻ നീങ്ങുമ്പോൾ സതീശനെ ഒരുമിച്ച് വെട്ടാൻ രമേശും കെ.സിയും ഒരേ വരിയിലെത്തുന്ന കാഴ്ച. അധികാരത്തിലെത്തും മുന്നേ തന്നെ ആരാണ് വലിയ നേതാവ് എന്ന യുദ്ധം തുറന്ന വേദിയിൽ നടക്കുകയാണ്. ജനങ്ങൾ സർക്കാരിനെ കാത്തിരിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ തിരക്കിലുള്ളത് കസേരയുടെ അളവെടുക്കാനാണ്. മുഖ്യമന്ത്രി ആരാകുമെന്നതിലുപരി ആരെ എങ്ങനെ വെട്ടുമെന്ന ചർച്ചയാണ് പാർട്ടിയിൽ ചൂടുപിടിക്കുന്നത്. ഡൽഹിയിൽ പിടിവലി കനക്കുന്നു. ഒടുവിൽ ഹൈക്കമാൻഡിന്റെ മാനസപുത്രന് നറുക്ക് വീഴുമോ? അതോ കേരളത്തിലെ ജനപിന്തുണ ഡൽഹി ഗണിതത്തെ മറിക്കുമോ? ഇപ്പോൾ കേരള രാഷ്ട്രീയം മുഴുവൻ അതിന്റെ സസ്പെൻസിൽ. കെ.സിയോ, രമേശോ, സതീശനോ? ഡൽഹിയിൽ ചർച്ചകൾ തുടരുകയാണ്. ഒരു നേതാവും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. കെ.സി. വേണുഗോപാൽ എംഎൽഎമാരുടെ പിന്തുണയുടെ ബലത്തിലും ഹൈക്കമാൻഡിന്റെ മാനസപുത്രൻ എന്ന രീതിയിലുമാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം വി.ഡി. സതീശൻ ജനപിന്തുണ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്കത്തട്ടിലുള്ളത്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയുടെ ബലത്തിലും. പ്രഖ്യാപനം ഇന്നുണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ തർക്കം മുറുകിയാൽ നാളേക്ക് ചർച്ച നീളുകയും ചെയ്യും. ആർ കിരൺ ബാബു ഈ രാഷ്ട്രീയ നാടകത്തിന്റെ മുഴുവൻ സസ്പെൻസും നേരിൽ കാണുന്ന ആർ കിരൺ ബാബു ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. കിരൺ, ഏറ്റവും ഒടുവിൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം യാഥാർത്ഥ്യമുള്ളതാണ്? കോൺഗ്രസിൽ അങ്ങനെ ഇത്ര പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാവുന്ന ഒന്നല്ലല്ലോ മുഖ്യമന്ത്രി കസേര. മഞ്ജുഷ, എന്തായാലും നമ്മൾ ഇതുവരെ റിപ്പോർട്ടിംഗ് തുടങ്ങിയ ഘട്ടം മുതൽ ഇപ്പോൾ പ്രസ്താവന ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രസ്താവന ഉണ്ടാവും എന്ന് തീരുമാനം ഉണ്ടാവും എന്ന മട്ടിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനുള്ളൊരു വിദൂരമായ സാധ്യത ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉടനെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കൽ അത്ര എളുപ്പമല്ല. കാരണം ഇപ്പോൾ തന്നെ ഈ 3 പേരും ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്നുള്ളതാണ്. ആദ്യം ഇവർ 3 പേരുമായി യോഗം ചേരുന്നു. ആ യോഗത്തിൽ സാധാരണഗതിയിലൊക്കെ യോഗത്തിൽ ഖർഗെയുമായി യോഗം ചേർന്നതിന് ശേഷം പിന്നീട് ആ യോഗത്തിൽ എന്തെങ്കിലും ഒരു ധാരണയായില്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ രാഹുൽ ഗാന്ധി എത്തുക. അതാണ് കോൺഗ്രസിന്റെ ഒരു ശൈലി. അല്ലെങ്കിൽ തന്നെ യോഗം തുടങ്ങി ആ ഒരു ചർച്ചയൊക്കെ പൂർത്തിയാവുന്ന സമയത്തേക്ക് രാഹുൽ ഗാന്ധി വരിക, അവിടെ നിന്നിട്ട് ആ തീരുമാനത്തിലേക്ക് പോവുക, അത്ര ഒരു രീതി. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും കഴിയില്ല എന്നത് വ്യക്തമാണ്. കാരണം ഈ 3 പേരെ സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിൽ അവരെ വിട്ടുകളയാൻ അല്ലെങ്കിൽ ഈ 3 പേരും ഒരുമിച്ച് വേണം കേരളത്തിൽ നയിക്കേണ്ടത് എന്നുള്ള നിലപാടാണ് ഹൈക്കമാൻഡുള്ളത്. ഹൈക്കമാൻഡ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരാൾ മോശക്കാരനാണ് എന്നുള്ള നിലപാടുള്ള അതുകൊണ്ട് തന്നെ മാറുമല്ലോ. അങ്ങനെ ഒരു ടേം വ്യവസ്ഥയ്ക്കുള്ള സാധ്യതയുണ്ടോ കിരൺ? ഈ 3 നേതാക്കളെയും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ടേം വ്യവസ്ഥ, അതിന് എത്രമാത്രം സാധ്യതയാണ്? അതൊരു വിദൂര സാധ്യത മാത്രമല്ലേ ആവുകയുള്ളൂ? മഞ്ജുഷ, ടേം വ്യവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ സാധാരണ ഇതിൽ കോൺഗ്രസ് ഇതുവരെയും അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ടേം വെച്ച ആളിനെ കൊടുക്കുക. അങ്ങനെ കർണാടകയിലൊക്കെ വലിയ ചർച്ചയായതാണ്. കർണാടകയിൽ ഭാവിയിൽ ഒരവസരം വന്നാൽ താങ്കളെ പരിഗണിക്കും, അത്തരം ഒരു പരിഗണന ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൊടുക്കും എന്നതിനപ്പുറത്തേക്ക് 2 വർഷം കഴിഞ്ഞാൽ അടുത്തയാൾ മാറി അടുത്തയാൾ വരട്ടെ അല്ലെങ്കിൽ 3ാമത്തെ വർഷം ഇന്നയാൾ വരട്ടെ, ആ മട്ടിലൊന്നും ഒരു കാരണവശാലും ഇത് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കോൺഗ്രസിന് എന്തായാലും അത്തരം ഒരു രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ രീതി കൊണ്ടുവരികയാണെങ്കിൽ അതൊരു പുതിയൊരു രീതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇവിടെ ഏറ്റവും വലിയ ഡെഡ് ലോക്കിൽ നിൽക്കുന്ന വിഷയം ഇതാണ്. ഭൂരിപക്ഷ എംഎൽഎമാരുടെ പിന്തുണയുള്ളത് കെ.സി. വേണുഗോപാലിനാണ്. ഭൂരിപക്ഷ എംഎൽഎമാരുടെ പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ ഏതെങ്കിലും തരത്തിൽ ഇതാണ് മറ്റ് 2 നേതാക്കളെ അറിയിക്കുന്നു, രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും അറിയിക്കുന്നു, ഇതാണ് ഭൂരിപക്ഷ പിന്തുണയുള്ളത്, അത് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നു. അതിൽ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും എടുത്ത സ്റ്റാൻഡ്, ആദ്യം രമേശ് ചെന്നിത്തല ഭൂരിപക്ഷ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ തവണ എങ്ങനെയാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തത്? പ്രതിപക്ഷ നേതാവ് ഭൂരിപക്ഷം പേര് എൻ്റെ പേരാണ് പറഞ്ഞത്. അവിടെ എൻ്റെ പേരല്ല പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുത്തത്, അത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി അവിടെ വേണ്ടത് വി.ഡി. സതീശനാണ് എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു. ഞാനത് അനുസരിച്ചു. അങ്ങനെ പൂർണ്ണമായി അനുസരിക്കുക. ഏതെങ്കിലും ഘട്ടത്തിൽ വി.ഡി. സതീശന് ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടില്ല. എന്നെ സുപ്രധാന യോഗങ്ങളിൽ നടക്കം മാറ്റി നിർത്തി ഉമ്മൻചാണ്ടിയും താൻ ചേർന്ന് നയിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ 1ാം സ്ഥാനത്ത് നിന്ന് 2 പേരിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും തെരുവിൽ എവിടെയും പ്രകടനം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഫ്ലക്സ് വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നില്ല. പൂർണ്ണമായും പാർട്ടിക്കാരനായി നിൽക്കുന്നു. അവിടെ സീനിയോറിറ്റി എനിക്കാണ്. ഈ ക്ലെയിം അത് അംഗീകരിക്കണം എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്.
സ്വാഭാവികമായും ന്യായമായ ഒരു വാദം തന്നെയാണ് രമേശിനെ സംബന്ധിച്ച്. രണ്ടാമത് വി ഡി സതീശനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഈ ഇങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിക്കുമ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് ഒരു ഭരണത്തിലേക്ക് കൊണ്ടുവരണം, ഇതായിരുന്നു വി ഡി സതീശന് മുന്നിൽ വെച്ച അവസ്ഥ. ഇതിന് ഐക്യത ടീം UDF എന്ന നിലയ്ക്ക് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഉജ്ജ്വലമായ വിജയം നേടാനും കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷവും അങ്ങനെ നയിച്ചത് ടീം UDF എന്ന തരത്തിൽ ചരിത്രത്തിൽ ഇതുവരെയും കോൺഗ്രസിനകത്തും ടീം UDFിനകത്തും ഈ തരത്തിൽ പൊട്ടിത്തെറികളില്ലാതെ ഐക്യത്തോട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിന്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായത്. അതിന്റെ ഫലം, അതിന്റെ ക്യാപ്റ്റനായി നിന്നത് താനാണ്. അതിന് ഉള്ള അംഗീകാരം വേണം. ഇതാണ് പ്രധാനമായും ഇദ്ദേഹത്തിന്റെ വി ഡി സതീശന്റെ ആർഗ്യുമെന്റ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വീണ്ടും ആ ആർഗ്യുമെന്റിൽ പഴയ ഭൂരിപക്ഷം നോക്കണം എന്നുള്ള നിലപാടിൽ തന്നെ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ രീതി അതാണ്, കോൺഗ്രസിന്റെ രീതി അതാണ്, അതുകൊണ്ട് ഭൂരിപക്ഷം നോക്കണമെന്നുള്ള അഭിപ്രായത്തിലേക്ക് വരുമ്പോഴാണ് സതീശൻ അടുത്ത കാർഡ് വരുന്നത്. എങ്ങനെയാണ് KC വേണുഗോപാലിന് ഭൂരിപക്ഷം കിട്ടിയത്? KC വേണുഗോപാൽ സംഘടനാ സെക്രട്ടറിയാണ്. സംഘടനാ സെക്രട്ടറിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ചെലുത്തി, ചിലർക്ക് ചില ഓഫറുകൾ നൽകി, ചിലരെ സമ്മർദ്ദപ്പെടുത്തി, ഇങ്ങനെയാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഭൂരിപക്ഷമാണ്. നിരീക്ഷകരായി വന്നവരടക്കം KC വേണുഗോപാലിന് വേണ്ടിയാണ് നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും ആ ആരോപണത്തിന് മുന്നിൽ KC വേണുഗോപാൽ അത് അംഗീകരിച്ചിട്ടില്ല. മറ്റൊന്നും കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഘടകകക്ഷികൾ, ഇത് ടീം UDF എന്ന് പറയുമ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിൽ ഘടകകക്ഷികൾ പൊതുവായി ഒറ്റ ആളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അത് വി ഡി സതീശന്റെ പേരാണ്. ആ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി മാനിക്കണം. ടീം UDF എന്ന നിലയ്ക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഘടകകക്ഷികൾ മറ്റു തലത്തിൽ കൂടി വയനാട് ജില്ലയിലെ പ്രതിനിധി, വയനാട് മണ്ഡലത്തിന്റെ പ്രതിനിധി പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയിലടക്കം സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമൊക്കെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. മറ്റു ചില കഥകളൊക്കെ ലീഗ് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ചേരില്ല എന്ന് പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിനെ അങ്ങനെ ഔദ്യോഗികമായി ഞങ്ങൾ വി ഡി സതീശനെ ആക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിൽ ചേരില്ല, അത്തരം നിലപാടൊന്നും ലീഗ് ഒരിടത്തും കോൺഗ്രസിനെ എവിടെയും അറിയിച്ചില്ല. നേരത്തെ കിരൺ ബാബു പറഞ്ഞ ഒരു കാര്യം, എങ്ങനെയാണ് KC വേണുഗോപാൽ MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചത്? ഇതിൽ വി ഡി സതീശൻ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും പറയുന്നത് ഹൈക്കമാൻഡിൽ ഉള്ള സ്വാധീനം മുതലാക്കിക്കൊണ്ട് MLA-മാരെ മറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ജയിച്ചു വന്നവരെ മറിക്കുകയായിരുന്നു എന്നാണ്. നേരത്തെ പല പക്ഷങ്ങളിലായി നിലയുറപ്പിച്ചവരാണ് ഇവർ, പക്ഷേ ഇപ്പോൾ KC പക്ഷത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ കാർഡ് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും ആരൊക്കെയാണ് KC വേണുഗോപാലിനെ പിന്തുണച്ചത് എന്ന്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, സജീവ് ജോസഫ്, സന്ദീപ് വാര്യർ, TO മോഹനൻ, ഉഷ വിജയൻ, T സിദ്ദിഖ്, പ്രവീൺ കുമാർ, വിദ്യാ ബാലകൃഷ്ണൻ, K ജയന്ത്, AP അനിൽകുമാർ, VS ജോയ്, VT ബൽറാം, രമേഷ് പിഷാരടി, OJ ജനീഷ്, ഇവരൊക്കെ KCക്ക് അനുകൂലമായാണ് കൈപൊക്കിയത് നിരീക്ഷകരുടെ മുന്നിൽ. മറ്റുള്ളവർ റോജി M ജോൺ, മാത്യു കുഴൽനാടൻ, F രാജ, സേനാപതി വേണു, റോയ് K പൗലോസ്, ബിനിമോൻ, M ലിജു, പഴകുളം മധു, അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതിനു മുമ്പ് പഴയ കാർഡ് കാണുകയാണെങ്കിൽ അതിനകത്ത് മറ്റു ചില MLA-മാർ കൂടിയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AD തോമസ്, സുമേഷ് അച്യുതൻ, ഇവരെല്ലാം KC പക്ഷത്താണ്. നാട്ടകം സുരേഷ്, PC വിശ്വനാഥ്, ഇവരും KC വേണുഗോപാൽ പക്ഷത്താണ്. അതേസമയം വി ഡി സതീശന്റെ പക്ഷത്ത് 9 പേരാണ് ഉള്ളത്. രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് 5 പേരും. ഇങ്ങനെയാണ് ഓരോ പക്ഷത്തും നിലയുറപ്പിച്ചിരിക്കുന്ന MLA-മാർ. നിരീക്ഷകരുടെ മുന്നിൽ അവർ ആർക്കാണ് പിന്തുണ എന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. കിരൺ ബാബു തുടരുകയാണ്. കിരൺ, ഇതിനെയാണല്ലോ ഈ 2 പക്ഷങ്ങളും, സതീശൻ പക്ഷവും അതുപോലെ തന്നെ രമേശ് പക്ഷവും എതിർക്കുന്നത്. കൃത്രിമമായി ഇങ്ങനെ കണക്കുകൾ ഉൽപ്പാദിപ്പിച്ചു എന്നതാണല്ലോ KC വേണുഗോപാലിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം വന്നിരിക്കുന്നു. പക്ഷേ ഹൈക്കമാൻഡിന് പക്ഷേ ഇത് ബോധ്യമാണല്ലോ KC വേണുഗോപാലിനാണ് MLA-മാരുടെ പിന്തുണ എന്ന്. രണ്ട് തരത്തിലാണ് നിലപാടാണ് രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും സ്വീകരിച്ചിരിക്കുന്നത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ചേർന്ന് ഒരേ നിലപാട് സ്വീകരിച്ച് KC വേണുഗോപാലിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതല്ല. രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്ന ഈ കണക്കിലല്ല. രമേശ് ചെന്നിത്തല ഇവരുടെ അടുക്ക് കൃത്യം എണ്ണക്കണക്കല്ല പറഞ്ഞിരിക്കുന്നത്. ഭൂരിപക്ഷം പേർ എന്നുള്ള കണക്കാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയതനുസരിച്ച്. അതിനുശേഷം പിന്നീട് എണ്ണക്കണക്ക് പറഞ്ഞതെന്നറിയില്ല. ഭൂരിപക്ഷം പേരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്നുള്ള കണക്കാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ രമേശ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ ഭൂരിപക്ഷം അല്ല നോക്കേണ്ടത്. ഈ ഭൂരിപക്ഷം നോക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നത് തനിക്കാണ്, തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റി വി ഡി സതീശനെ ആക്കണമെന്നുള്ള നിർദ്ദേശം വെക്കുന്നു. അത് വെച്ചത് KC വേണുഗോപാൽ തന്നെയാണ് വെച്ചത്. ഹൈക്കമാൻഡ് താല്പര്യപ്രകാരമാണ് വെച്ചത്. തന്നെ വിളിച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇത് അറിയിക്കുന്നു, ഇത്തവണ മാറി നിൽക്കണം, അവിടെ വി ഡി സതീശന് നൽകണമെന്ന് പറയുന്നു. പക്ഷേ അത് മുൻകൂട്ടി തന്റെ അനുമതിയോ അല്ലെങ്കിൽ മുൻകൂട്ടി താനുമായി ചർച്ച എടുത്തിട്ട് ഒന്നുമല്ല ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എടുത്തത്. MLA-മാരുടെ അഭിപ്രായമെല്ലാം കേട്ട ശേഷം പൊടുന്നതിനെടുക്കായിരുന്നു. പക്ഷേ അപ്പോൾ പോലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതെ ആ തീരുമാനം താൻ അംഗീകരിക്കുകയായിരുന്നു.
അങ്ങനെ അംഗീകരിച്ച ഒരാൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഭൂരിപക്ഷം MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി മാത്രമാണ് തീരുമാനമെടുക്കുന്നത് പറയുന്നത്? അത് വാലിഡ് ആയ ഒരു പോയിന്റ് അല്ല. തന്റെ കാര്യത്തിൽ വാലിഡ് അല്ലാത്ത ഒരു കാര്യം താൻ അംഗീകരിക്കണമെന്ന് പറയുന്നത് വാലിഡ് അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ പോയിന്റ്. രണ്ടാമത്തെ രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്? അതിനു മുൻപ് ഇന്നത്തെ മുഴുവൻ ചർച്ചകളും നോക്കിയാൽ ഏതെല്ലാം തലത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു? പിന്നെ ഈ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് 3 പേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് കാണുന്നുണ്ടോ ഇപ്പോൾ? മഞ്ജുഷ, സാധാരണഗതിയിൽ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് മുമ്പായി ഹൈക്കമാൻഡ് ഈ അനൗദ്യോഗികമായി ചില ആശയവിനിമയങ്ങളൊക്കെ നടത്താറുണ്ട്. ഹൈക്കമാൻഡിന്റെ മനസ്സിൽ എന്താണ്, ഇവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണ്, ആ ആശയത്തോട് യോജിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഏകദേശം ഈ അനൗപചാരിക ചർച്ച വഴി അത്തരം ഒരു യോജിപ്പൊക്കെ ഉണ്ടാക്കി ആ യോജിപ്പിന് ശേഷമാണ് ഇവർ ഈ ഔദ്യോഗിക ചർച്ചകളിലേക്ക് സാധാരണ കടക്കുക. പക്ഷേ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഖർഗെയുടെ വസതിയിലേക്ക് VD സതീശനും രമേശ് ചെന്നിത്തലയും പോകുന്ന സമയം വരെ, അവർ കാറിൽ കയറുന്ന സമയം വരെ ഹൈക്കമാൻഡ് ഏതെങ്കിലും ഒരു പ്രതിനിധികൾ അവരുമായി അനൗദ്യോഗികമായി അത്തരം ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു ഫോർമുല ഇവരുടെ മുന്നിലേക്ക് വെച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് സമ്മതിക്കാമോ? സാധാരണഗതിയിൽ അങ്ങനെയാണ്. 2, 3, 4 ഫോർമുലകളൊക്കെ മുന്നോട്ട് വെക്കും. അവർ സ്വാഭാവികമായി അതിൽ ഇതാണെങ്കിൽ സമ്മതിക്കാം, അതല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ വേണം. അങ്ങനെ അവരുടെ ആവശ്യങ്ങളൊക്കെ, ചില വിട്ടുവീഴ്ചകളൊക്കെ എല്ലാ നേതാക്കളും എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. കാരണം ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് VD സതീശൻ. അതുപോലെ തന്നെ ഉറച്ച നിലപാടാണ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് ഇല്ല. ഈ നിലപാടിൽ നിൽക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും ഇവരെ 3 പേരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ചർച്ച നടത്താം. ആദ്യം പൊതുവായി സംസാരിക്കുന്നു, അതിനുശേഷം 3 പേരുമായി സംസാരിക്കുന്നു. അവിടെ ഒരു ഡെഡ് ലോക്ക് ഉണ്ടാകുന്നു. ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള കാരണം ഹൈക്കമാൻഡ് സ്വാഭാവികമായി ആദ്യത്തെ പ്രോസസ്സ് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണ് അയാളുടെ പേര് പറയുന്നു, അത് അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ട സ്ഥാനം വേണം എന്നുള്ളത് അവർ ഉറപ്പുവയ്ക്കുന്നത്. ആഭ്യന്തരം വേണമെന്നോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് പോലെ വേണം, ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, അങ്ങനെ ഏതെങ്കിലും വ്യവസ്ഥകൾ വെക്കുന്നു. ആ വ്യവസ്ഥകളിൽ പിന്നീട് ചർച്ച നടക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇല്ല എന്നുള്ള നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, 2ാം റൗണ്ടിലേക്ക് വരുമ്പോൾ VD സതീശൻ അതീവ ഗുരുതരമായ ഒരു ആരോപണം കൂടി KC വേണുഗോപാലിനെതിരെ മുന്നോട്ട് വെക്കുന്നു. KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും, അത് നമുക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല, KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആസൂത്രിതമായ കലാപങ്ങളാണ്, അല്ലെങ്കിൽ ആസൂത്രിതമായ പ്രതിഷേധങ്ങളാണ്. ഇതെല്ലാം പെയ്ഡ് പ്രതിഷേധങ്ങളാണ്. ആളുകളെ അണിനിരത്തി, നാളെ അങ്ങനെ അണിനിരത്തി ചെയ്യാനാണെങ്കിൽ കേരളത്തിൽ ഏത് നേതാക്കൾക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, തനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലേക്കുള്ള നീക്കമൊക്കെ ഉണ്ട് എന്നറിയുന്നു. എന്തായാലും അത് എവിടെയാണ് അകത്തിൽ പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി വ്യക്തത വരാനുണ്ട്. കാരണം ഇത് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ ഒരു അരമണിക്കൂറിനേറെ സമയമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പുറത്ത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ദീപാദാസ് മുൻഷിയും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഇപ്പോൾ പ്രഖ്യാപനം കാത്ത് KC വേണുഗോപാൽ അനുകൂലികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഏത് സമയവും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് KC അനുകൂലികൾ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം വരും. കിരൺ ബാബു, അങ്ങനെ ഒരു സന്ദേശം ഇവിടെ KC അനുകൂലികൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഏത് സമയവും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അഭ്യൂഹം മാത്രമാണോ? മഞ്ജുഷ, ഇക്കാര്യത്തിൽ നമ്മളെ തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം ആളുകൾ പറഞ്ഞു 1 മണിക്കൂറിനുള്ളിൽ തീരുമാനം വരും, പ്രഖ്യാപനം വരും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ നേതാക്കളുടെ എല്ലാം അനുയായികൾ ഒക്കെ ആയ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ നേതാക്കളുടെ കയ്യിൽ നിന്ന് വിവരം കിട്ടുന്നതിനപ്പുറം ഊഹം വെച്ചൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഇത് വിവരങ്ങൾ കൈമാറും. അതിനുശേഷം പലരും പറഞ്ഞു ഇത് 6 മണിക്ക് വരും, 6:30-ക്ക് വരും എന്നെല്ലാം പറഞ്ഞു. എന്തായാലും ആ സമയത്തൊന്നും ഇതുവരെയും തീരുമാനം എന്തായാലും വന്നിട്ടില്ല. തീരുമാനം എന്തായാലും ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലടക്കം ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഉണ്ടായേക്കാം എന്നുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത അപ്പോഴും കുറവാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇത് സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് പ്രശ്നം പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് പ്രശ്നം പോവുകയാണെങ്കിൽ സോണിയാഗാന്ധി ഒരു കാര്യം കേട്ട് അന്നേരം തന്നെ തീരുമാനമെടുക്കുന്ന ഒരാളല്ല. സോണിയാഗാന്ധിയുടെ രീതി എന്ന് പറഞ്ഞാൽ അത് ഈ വിവരങ്ങളിൽ എന്തൊക്കെ വശങ്ങളുണ്ട്, ഒരാളെ ആക്കിയാൽ എന്തെല്ലാം നേട്ടമുണ്ട്, കോട്ടമുണ്ട്, അതെല്ലാം പഠിച്ച് അതിനുശേഷം മറ്റുള്ളവരെ എങ്ങനെ അനുനയിപ്പിക്കാം, മറ്റുള്ളവരെ എങ്ങനെ ഒപ്പം നിർത്താം, അതിനുള്ള വഴിയൊക്കെ കണ്ടെത്തി അവരുമായി അടുപ്പമുള്ള നേതാക്കളുമായിട്ടൊക്കെ സംസാരം നടത്തി അത്തരം ചില അനൗപചാരിക ചർച്ചകളൊക്കെ നടത്തിയ ശേഷം പ്രഖ്യാപനം നടത്തുക. അതിനു മുമ്പ് സോണിയാഗാന്ധി 3 പേരെയും വിളിച്ച് പറയും നമ്മളിത് ഈ പ്രഖ്യാപനം നടത്തുകയാണ്, നിങ്ങളിത് അംഗീകരിക്കണം, ഇതുമായി വഴങ്ങിപ്പോകണം എന്നുള്ളത് പറയും. അവിടെ പിന്നീട് പ്രതിഷേധത്തിന് കാര്യമായി കോൺഗ്രസിൽ ഇടപെടൽ, ഒരാൾ പ്രതിഷേധിച്ച് പോകാൻ തീരുമാനിച്ചാൽ ഏത് ഘട്ടത്തിൽ ആർക്കും ചെയ്യാം. പക്ഷേ അവിടെ സാധാരണഗതിയിൽ പ്രതിഷേധത്തിന് കോൺഗ്രസിന്റെ രീതി വെച്ചിട്ട് പിന്നീട് പ്രതിഷേധത്തിന് ഇടയില്ല. അത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചായിരിക്കും തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തീരുമാനം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ നാളേക്കോ അല്ലെങ്കിൽ മറ്റന്നാളേക്കോ ഒക്കെ, നാളെ ഇനി തമിഴ്നാട്ടിന്റെ തിരക്കിലേക്ക് പോയാൽ ചിലപ്പോൾ നാളേക്കും മറ്റന്നാളും ഒക്കെ നീളാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഖർഗെയും വെക്കുന്ന നിർദ്ദേശം
നിർദ്ദേശം അംഗീകരിക്കാൻ ഈ നേതാക്കൾ തയ്യാറാവണം. അല്ലെങ്കിൽ വലിയ മറ്റൊരു ചാൻസ് ഉള്ളത് ഇതുവരെയുള്ള എല്ലാ വാദങ്ങളും പിൻവലിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ എങ്ങനെയാണെങ്കിൽ മത്സരിക്കാത്ത ഞാനില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങാൻ അദ്ദേഹം തയ്യാറാണ്. അങ്ങനെ ഒരു സൂചന എവിടുന്നെങ്കിലും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാധ്യത മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു സൂചന എന്തായാലും ഒരു ഭാഗത്തുനിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ കിരൺ ബാബുവാണ് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉദ്വേഗജനകമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഏത് സമയത്തും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹം മാത്രമാണ് ഉള്ളത്. അത് കാത്ത് പ്രഖ്യാപനം കാത്ത് ഇപ്പോൾ കെ സി അനുകൂലികൾ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിന് സമീപം എത്തിയിരിക്കുകയാണ്. ആഹ്ലാദ പ്രകടനത്തിനുള്ള തയ്യാറെടുപ്പാണ് അവിടെ. പക്ഷേ പ്രഖ്യാപനത്തെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും ഡൽഹിയിൽ നിന്നില്ല. ചർച്ചകൾ തുടരുകയാണ്. തർക്കം മുറുകുകയാണെങ്കിൽ ചർച്ച നാളത്തേക്കും നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുഖ്യമന്ത്രി ചർച്ചകളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമൊക്കെ ദിവസങ്ങളോളം ഡൽഹിയിൽ നീളുന്നതാണ്. ആ പതിവ് ഇത്തവണ തെറ്റിക്കുമോ, പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 3 നേതാക്കളും കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കെ സിക്കുള്ള ഏക മെറിറ്റ് എന്ന് പറയുന്നത് MLA-മാരുടെ പിന്തുണയാണ്. അത് ഹൈക്കമാൻഡും നിലവിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതിനെ എങ്ങനെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എതിർത്ത് തോൽപ്പിക്കും എന്നതാണ്. വി ഡി സതീശന് മുന്നിലുള്ള വെല്ലുവിളി ഒരേ സമയം കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എതിർക്കുന്നു എന്നുള്ളതാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകാൻ എന്തായാലും കെ സി വേണുഗോപാൽ അനുവദിക്കില്ല. താൻ മുഖ്യമന്ത്രിയായില്ലെങ്കിലും സതീശൻ മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നില്ല കെ സി വേണുഗോപാൽ. ഇങ്ങനെ പലവിധ തന്ത്രങ്ങൾ അണിയറയിൽ പയറ്റിക്കഴിഞ്ഞു. നേർക്കുനേർ പോരാട്ടം നടക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ. പിടിവലി നടക്കുകയാണ്, തർക്കം തുടരുകയാണ്. ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ. MLA-മാരുടെ എണ്ണത്തിൽ തലപ്പൊക്കം കിട്ടിയിരിക്കുന്നത് കെ സി വേണുഗോപാലിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കേരളത്തിലെ ജനഹിതം കെ സി വേണുഗോപാലിന് അനുകൂലമല്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വാദം. അത് ശരിയുമാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി എന്ന വാദത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ശ്രീ സിബി സത്യൻ കൂടി ചേരുന്നുണ്ട്. സിബി, ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു. തലസ്ഥാനത്ത് കെ സി അണികൾ തടിച്ചുകൂടുന്നു. മറ്റു ചില സ്ഥലത്തും അങ്ങനെയുണ്ട് കേരളത്തിൽ. പക്ഷേ അതിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കെ സി ആണ് നിലവിൽ മുന്നിൽ. മഞ്ജുഷേ, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും. കാരണം സാധാരണഗതിയിൽ കോൺഗ്രസിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നില്ല. കാരണം നിലവിൽ അന്തരീക്ഷം വളരെ തിളച്ചു മറിഞ്ഞു കിടക്കുകയാണ്. ആ തിളച്ചു മറിഞ്ഞു കിടക്കുന്നതിലേക്ക് ഈ പറഞ്ഞതുപോലെ വീണ്ടും എണ്ണ കോരി ഒഴിക്കുക എന്ന് പറയുന്നത്. കെ സി വേണുഗോപാൽ അണികൾ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ഇപ്പോൾ ഇരിക്കുന്ന കാഴ്ചയാണ്. ഏത് സമയവും പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതിന് കൃത്യമായ സന്ദേശം ഡൽഹിയിൽ നിന്ന് വന്നിരിക്കാം. കാരണം നിരീക്ഷകർ കൊടുത്ത റിപ്പോർട്ട് കെ സി വേണുഗോപാലിന് അനുകൂലമാണ്. ഹൈക്കമാൻഡിന്റെ മനസ്സ് കെ സി വേണുഗോപാലിന് അനുകൂലമാണ്. അതിനാൽ തന്നെ കെ സി അനുകൂലികൾ, സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം കെ സി വേണുഗോപാൽ കൈയടക്കിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. MLA-മാർ ഒറ്റയടിക്കാണ് കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മറിഞ്ഞത്. ഹൈക്കമാൻഡ് വിട്ട 2 നിരീക്ഷകർക്ക് മുന്നിൽ കെ സി വേണുഗോപാലിന്റെ പേരിനാണ് തലപ്പൊക്കം കിട്ടിയത്. 46 പേരാണ് കെ സി വേണുഗോപാലിന് അനുകൂലമായി സംസാരിച്ചത്. ഒറ്റ പേര് പറയാതിരുന്ന 3 പേരിൽ 2 പേർ, അവർ പറഞ്ഞ 2 പേരുകളിൽ ഒന്നായി കെ സി വേണുഗോപാലിന്റെ പേര് പറയുകയും ചെയ്തു. അങ്ങനെ 48 പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നത്. അതേസമയം 9 പേരുടെ പിന്തുണ മാത്രമാണ് വി ഡി സതീശന് കിട്ടിയത്. 5 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കും കിട്ടി. അങ്ങനെ ഈ തലപ്പൊക്കത്തിലാണ് കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരും എന്നുള്ള പ്രതീക്ഷയിൽ കെ സി അണികൾ. ഇപ്പോൾ കെ സി അണികൾ തന്നെയാണ് കൂടുതലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ജനഹിതം അങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കൂടുതൽ ആളുകളും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കണം എന്നത് തന്നെയാണ്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും അത് ആഗ്രഹിക്കുന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ തണലിൽ കെ സി വേണുഗോപാൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് വരും മണിക്കൂറിൽ അറിയാം. പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു തീരുമാനം പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ കാണുന്നത് കെ സി അണികൾ മുഖ്യമന്ത്രി ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതും കാത്ത് അത് തങ്ങളുടെ നേതാവാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. പക്ഷേ ഡൽഹിയിൽ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളതാണ്. ശ്രീ സിബി സത്യൻ, ഇത് ഡൽഹിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ഒരു സൂചനയായിരിക്കുമല്ലോ, ഒരു സന്ദേശമായിരിക്കുമല്ലോ. അതെ, പലവിധ സന്ദേശങ്ങൾ ഈ പറഞ്ഞതുപോലെ താഴേക്ക് വരുന്നുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ വി ഡി സതീശനും കാർഗെയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കൊടുവിൽ ഒത്തുതീർപ്പിന് സമ്മതിക്കുമെന്നുള്ളത്. അത് പല ഘട്ടങ്ങളിലായിട്ട് ഇനിയും നീളാനാണ് സാധ്യത. അവസാനം സോണിയാഗാന്ധിയുടെ അരികിൽ വരെ എന്തായാലും അതെത്തും.
അപ്പം അതുവരെ, അതായത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അതിശയമായിരിക്കും. നോർമലി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഇപ്പം 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇപ്പൊ 5 ദിവസമല്ലേ ആയുള്ളൂ. അപ്പം അതിനും അത്ര ഭീകരമായ ഒരു കാലതാമസം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസം. ഡാൻ, എന്താണ് അവിടെ കാണാനാകുന്നത്? ഇതെന്താണ് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നാണോ ഇവർ പറയുന്നത്? അതിനുവേണ്ടിയാണോ ഈ കാത്തിരിപ്പ്? KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ഈ കാഴ്ച. തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടെണ്ണൽ നടക്കുമ്പോൾ എങ്ങനെയാണോ ആ വോട്ടെണ്ണൽ TV സ്ക്രീനിൽ കാണുന്നത്, അതേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് KPCCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ ഉൾപ്പെടെയുള്ള, മണക്കാട് സുരേഷ് ഉൾപ്പെടെയുള്ള KC വേണുഗോപാലിന്റെ വിശ്വസ്തർ, അതോടൊപ്പം അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ള അനുയായികൾ, അവരെല്ലാവരും KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രഖ്യാപനം 6:30-യോടെ ഉണ്ടാകുമെന്നായിരുന്നു അവർ കരുതിയത്. പക്ഷേ ആ പ്രഖ്യാപനം വൈകിയതോടെയാണ് വീണ്ടും ആകാംക്ഷയോടെ തീരുമാനം എപ്പോൾ വരുമെന്നറിയാനുള്ള ഏറ്റവും ആവേശഭരിതമായ കാത്തിരിപ്പിലേക്ക് അവർ എത്തുന്നത്. നെയ്യാറ്റിൻകര സനൽ എന്നോടൊപ്പം ചേരുന്നു. എത്ര നേരം കാത്തിരിക്കേണ്ടി വരും? ഇങ്ങനെ ഇതൊരു കാത്തിരിപ്പിന്റെ ഭാഗമല്ലല്ലോ, ഇതൊക്കെ ഒരു പ്രൊസീജിയർ അല്ലേ, അങ്ങനെ പെട്ടെന്ന് പറയാൻ നോക്കും. അതൊക്കെ ഒരു തീരുമാനങ്ങൾ വരട്ടെ, അത് എത്രയാണെന്നാലും ഞങ്ങൾ കേൾക്കാനല്ലേ ഇരിക്കുന്നത്. കേരളത്തിലെ ജനം അങ്ങനെ കാതോർത്തിരിക്കുന്നു. ഇന്ന് തന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, ആ പ്രതീക്ഷയിലാണ് മണക്കാട് സുരേഷ് എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട്? ഇന്ന് തന്നെ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ലഡുവൊക്കെ കരുതിയേക്കുക? തീർച്ചയായും ഉണ്ടാവും. അപ്പം ആ സന്തോഷത്തിലാണ് നേതാക്കൾ. അല്പസമയത്തിനകം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ തീരുമാനം, നിയമസഭാ കക്ഷി നേതാവ് പാർലമെന്ററി പാർട്ടി ലീഡർ ആരെന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് KC പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, യുവനിര അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് നിർണായകമായി ചർച്ച കടക്കുക? ഇപ്പോഴുണ്ടായിരിക്കുന്ന അനുനയ നീക്കങ്ങൾ ഫലം കാണുമോ? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് തീരുമാനം 10 ജൻപതിലെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് നീളുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അവ്യക്തത ബാക്കിയാകുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത് KPCC ഓഫീസിൽ നിന്നാണ്, ഇന്ദിരാഭവനിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഇതേ ഇന്ദിരാഭവനിലാണ് ഹൈക്കമാൻഡ് നിയോഗിച്ച 2 നിരീക്ഷകർ വന്ന് MLA-മാരുടെ അഭിപ്രായം തേടിയത്. അതുപ്രകാരം ഏത് രീതിയിലാണ് പിന്തുണ വരുന്നത് എന്നുള്ള കാര്യമാണ്. MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. ആ തലപ്പൊക്കത്തിലാണ്, MLA-മാരുടെ പിന്തുണയുടെ തലപ്പൊക്കത്തിലാണ് KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ മാനസപുത്രനായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷേ ഇതിനെ വെട്ടുന്നതിന് വേണ്ടി VD സതീശനും രമേശ് ചെന്നിത്തലയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെ ഡൽഹിയിലുണ്ട്. പിടിവലി ഡൽഹിയിൽ നടക്കുകയാണ്, ചർച്ചകൾ തുടരുകയാണ്. എങ്ങനെയാണ് KC വേണുഗോപാൽ ഈ പിന്തുണ നേടിയെടുത്തത്? സതീശൻ പക്ഷവും രമേശ് പക്ഷവും പറയുന്നത് നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് KC വേണുഗോപാൽ ഇങ്ങനെ MLA-മാരുടെ പിന്തുണ നേടിയെടുത്തത് എന്നാണ്. ഇത്തവണ ജയിച്ചു വന്ന MLA-മാരുടെ നിലപാട് പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ ചില സൂചനകൾ കിട്ടും. 63 പേരിൽ 46 പേരുടെ പിന്തുണ ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർക്ക് മുന്നിൽ KC വേണുഗോപാലിന് അനുകൂലമായിട്ടായിരുന്നു. ആ കണക്ക് ഇങ്ങനെയാണ്. ആരൊക്കെയാണ് KC വേണുഗോപാലിനെ പിന്തുണച്ചത്? സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, സജീവ് ജോസഫ്, സന്ദീപ് വാര്യർ, TO മോഹനൻ, ഉഷ വിജയൻ, T സിദ്ദിഖ്, പ്രവീൺ കുമാർ, ഇവരുടെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർക്ക് മുന്നിൽ KCയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവർ പറഞ്ഞത്. വിദ്യാ ബാലകൃഷ്ണൻ, K ജയന്ത്, AP അനിൽകുമാർ, BS ജോയ്, VT ബൽറാം, രമേഷ് പിഷാരടി, OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഇവരുടെ പിന്തുണയും KC വേണുഗോപാലിനായിരുന്നു. റോജി M ജോൺ, മാത്യു കുഴൽനാടൻ, F രാജ, സേനാപതി വേണു, റോയ് K പൗലോസ്, ബിനിമോൻ, M ലിജു, പഴകുളം മധു, ശാന്തകുമാർ, CR മഹേഷ്, MM നസീർ, ബിന്ദു കൃഷ്ണ, രമ്യ ഹരിദാസ്, ചാണ്ടി ഉമ്മൻ, ഈ പിന്തുണയും KC വേണുഗോപാലിനായിരുന്നു. നിരീക്ഷകർക്ക് മുന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന നേതാവ്, AD തോമസ്, സുമേഷ് അച്യുതൻ, KM അഭിജിത്ത്, VT സൂരജ്, ആര്യാടൻ ഷൗക്കത്ത്, രാജൻ പല്ലൻ, സനീഷ് ജോസഫ്, മനോജ് മൂത്തേടൻ, ദീപക് ജോയ്, ടോണി ചെമ്മണി, ഉമ തോമസ്, ഇവരുടെ പിന്തുണയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരട്ടെ എന്നതിനായിരുന്നു. നാട്ടകം സുരേഷ്, PC വിശ്വനാഥ്, സുധീർ ഷാ പാലോട്, VP സജീന്ദ്രൻ, ഇവരും KCക്ക് അനുകൂലമായി കൈപൊക്കി. ഇതിൽ A ഗ്രൂപ്പ് നേതാക്കൾ ഒറ്റയടിക്ക് KC പക്ഷത്തേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ 46 പേരുടെ പിന്തുണ KC വേണുഗോപാലിന് അനുകൂലമായി. അങ്ങനെ ആ റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തലപ്പൊക്കം KC വേണുഗോപാലിന് കിട്ടിയത്. ഇത്
ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ച് കെ.സി. വേണുഗോപാൽ നേടിയെടുത്തതാണെന്നാണ് മറുപക്ഷങ്ങൾ വാദിക്കുന്നത്. അതേസമയം മറ്റുള്ളവർക്കുള്ള പിന്തുണ വി.ഡി. സതീശന്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായി വരുവാനുള്ള പിന്തുണ ആരൊക്കെ നൽകി എന്നുള്ളതാണ്. നൌഷാദ് അലി, വി.ഡി. സതീശൻ, മുഹമ്മദ് ഷിയാസ്, ഷാനിമോൾ ഉസ്മാൻ, ഈ 4 പേരുടെ പിന്തുണയുണ്ട്. അതുകൂടാതെ മറ്റ് 5 പേരുടെ പിന്തുണ കൂടിയുണ്ട്. എം.ആർ. ബൈജു കാട്ടാക്കട, എം. വിൻസെന്റ്, സെബാസ്റ്റ്യൻ പൂഞ്ഞാറിൽ നിന്നുള്ള, എൻ. ശക്തൻ, കെ.എ. തുളസി, ഇവരുടെ പിന്തുണ, അങ്ങനെ 9 പേരുടെ പിന്തുണയാണ് പൂർണ്ണമായിട്ടും വി.ഡി. സതീശന് കിട്ടിയത്. രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ 63 പേരിൽ എത്ര പേരുടെ പിന്തുണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിട്ടി എന്നുള്ളതാണ്. അൻവർ സാദത്ത്, ടി.ജെ. വിനോദ്, റോണി കെ. ബേബി, ജ്യോതികുമാർ ചാമക്കാല, രമേശ് ചെന്നിത്തല, ഈ 5 പേരാണ് ചെന്നിത്തല പക്ഷം എന്ന രീതിയിൽ ഉള്ളത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് നിരീക്ഷകർക്ക് മുന്നിൽ പറഞ്ഞത്. പിന്നെ ഒറ്റ പേര് പറയാത്ത ആളുകളുണ്ട്, ഒന്നിലേറെ പേരുകൾ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന്. നീലകണ്ഠൻ, അദ്ദേഹത്തിന്റെ പേര് നേരത്തെ പുറത്തു വന്നിരുന്നു, ആരുടെയും പേര് പറഞ്ഞില്ല എന്ന രീതിയിൽ. പക്ഷേ നീലകണ്ഠൻ പിന്നീട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ പേര് ഹൈക്കമാൻഡ് നിരീക്ഷകർ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്. പക്ഷേ നീലകണ്ഠൻ ഒറ്റ പേര് പറയാത്തയാളുടെ പട്ടികയിൽ. I.C. ബാലകൃഷ്ണൻ 2 പേരുടെ പേര് പറഞ്ഞിരുന്നു, KC അല്ലെങ്കിൽ RC എന്നുള്ള കാര്യം. അബിൻ വർക്കി, ഇങ്ങനെ 3 പേർ ഒറ്റ പേര് പറയാത്തവരുടെ പട്ടികയിൽ. അങ്ങനെ 63 പേരിൽ 46 പേരുടെ പിന്തുണ കെ.സി. വേണുഗോപാൽ നേടിയെടുത്തു. ഇതാണ് ഹൈക്കമാൻഡ് നിരീക്ഷകർ ഹൈക്കമാൻഡിന് മുന്നിൽ നൽകിയത്. അങ്ങനെയാണ് കെ.സി. വേണുഗോപാൽ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി ആരായിരിക്കും മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയാണ് നിലനിൽക്കുന്നത്. ശ്രീ സിബി സത്യൻ, ഈ പേരുകൾ പരിശോധിച്ചാൽ അറിയാം മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് കെ.സിയുടെ പക്ഷത്തേക്ക് വന്നതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എങ്ങനെയാണ് കെ.സി. വേണുഗോപാൽ ഇത്രയും സംഖ്യ ഒപ്പിച്ചത് എന്നുള്ള കാര്യം. അതാണ് ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ച് നേടിയെടുത്തതാണ് എന്നുള്ള വിമർശനം വരുന്നത്. ഇതിനകത്ത് ചില പേരുകളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ചില എന്താ പറയുന്നത്, ഈ നമ്പർ കറക്റ്റ് അല്ല എന്ന് ചില ഈ MLA ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അത് അധികം താമസിയാതെ പുറത്തു വരുമായിരിക്കും. പക്ഷെ നിലവിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കെ.സി. വേണുഗോപാലിന്റെ റോൾ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായിട്ട് ഒരു സർവശക്തന്റെ റോളാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളുടെ എണ്ണവും, അല്ലെങ്കിൽ ആരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കണം, തന്റെ സ്വന്തക്കാരെ തിരികെ കയറ്റണം, അല്ലെങ്കിൽ ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കിയുള്ള ഈവൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശനെയോ അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അടക്കം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സേ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കൂട്ടത്തില് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാലിന്റെയും എ ഗ്രൂപ്പും കഴിഞ്ഞാൽ അതിപ്പോ ഏതാണ്ട് ഒന്നായിട്ടിരിക്കുകയാണ്. അത് അവർ പരസ്പരം പിന്തുണച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ MLA-മാർക്ക് സീറ്റ് കിട്ടിയത് രമേശ് ചെന്നിത്തല പക്ഷത്തിനാണ്. അതിനുശേഷം ഏറ്റവും കുറവ് സീറ്റ് കിട്ടിയത് വി.ഡി. സതീശൻ പക്ഷത്തിനായിരുന്നു എന്നാണ് അവർ ഏകദേശം അന്ന് പുറത്തു വന്ന കണക്കുകൾ പറഞ്ഞത്. അപ്പം നിലവില് ഹൈക്കമാൻഡിന്റെ ഒരു മാനസപുത്രൻ എന്ന നിലയ്ക്കും AICCയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്കും കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായ സ്വാധീനം കെ.സി. വേണുഗോപാലിനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. കാരണം ഹൈക്കമാൻഡ് കെ.സിയെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ കെ.സിയെ കേരളത്തിലേക്ക് അയക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത് അവസാന തീരുമാനമാണ്, അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ കെ.സിക്ക് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും ഹൈക്കമാൻഡ് അതിന് എസ് മൂളുകയും എവിടെയോ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ സാഹചര്യത്തിലാണല്ലോ ഈ നിലവിൽ കെ.സി വളരെ ശക്തമായ മത്സരരംഗത്ത് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പവറുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പൊതുവെ ജനാധിപത്യത്തിൽ ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാകും. അങ്ങനെയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് കെ.സിയുടെ ഈ വളരെ കടുത്ത നിലപാട് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും തോന്നുന്നു ഒരുപക്ഷെ വി.ഡി. സതീശൻ ആ രംഗത്തേക്ക് വരരുത് എന്ന് പറയുന്ന ഒരു നിലപാടിന്റെ തുടർച്ചയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവിൽ കെ.സി താലപ്പുഴ സീറ്റ് ഒഴിയുകയും പകരം ഒരു ബൈ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒരു ഡബിൾ റിസ്ക് ആണ് നിലവിലുള്ളത്. ഈ ഡബിൾ റിസ്കിന് കംപ്ലീറ്റ് ആയിട്ട് ഹൈക്കമാൻഡ് സമ്മതം മൂളുമോ എന്നുള്ളത് ചിന്തനീയമായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ നിലവിലെ ചർച്ചകളിൽ വി.ഡി. സതീശന്റെ ഒരു വരവ് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുക എന്നുള്ളതാണ് കെ.സി. വേണുഗോപാലിന്റെ ഒരു ഉദ്ദേശം. കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വരുമെന്ന് ശ്രീത് പണിക്കർ, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? കെ.സി. വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പരക്കുന്നു. പക്ഷേ ഡൽഹിയിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടുമില്ല. ആഹ്ലാദ പ്രകടനത്തിനുള്ള കരുക്കൾ നീക്കുകയാണ് കെ.സി. പക്ഷം. ആകെ ഒരു സസ്പെൻസായി തുടരുന്നു. പക്ഷേ രസമുള്ള കാര്യമാണ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് പതിവായി സംഭവിക്കുന്നതാണ്. ശ്രീ മഞ്ജുഷ്, ഇത് ക്ലൈമാക്സ് ആണോ ആൻറ്റി ക്ലൈമാക്സ് ആണോ എന്ന് നമുക്കറിയാനായിട്ട് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ തെരുവുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കോൺഗ്രസിനോ അല്ലെങ്കിൽ പുതുതായി വരുന്ന ഗവൺമെൻറ്റിനോ ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ.
കാരണം പല അണികളും ചേരിതിരിഞ്ഞ് നേതാക്കളെ ചൊല്ലി അടികൂടുകയാണ്, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, തെരുവിലിറങ്ങുന്നു. എന്നിട്ട് പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും മരിച്ചുപോയിരിക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികായർ എന്ന് കരുതപ്പെടുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ യാതൊരു വിധത്തിലുള്ള ബഹുമാനവും കൊടുക്കാതെ വലിച്ചു കയറി കളയുന്നു. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സത്യത്തിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ തലയിൽ കൈവച്ചു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 വർഷമാണ് ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ടിയിട്ട് CPM വേണ്ടി വന്നത് എങ്കിൽ ഭരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന്റെ അണികളും നേതാക്കന്മാരും ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് KC വേണുഗോപാലിന് മാത്രമാണ്. കാരണം അദ്ദേഹം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ചർച്ച അവസാനിച്ചു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഖാർഗെയുടെ വീടിന് പുറത്തേക്ക് നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്പസമയത്തിന് അത് അറിയാം, ഇന്ന് തന്നെ ആയിരിക്കുമോ പ്രഖ്യാപനം വരുന്നത് എന്നുള്ള കാര്യം. കിരൺ ബാബു ഡൽഹിയിൽ തുടരുന്നുണ്ട്, കിരണിലേക്ക് വരാം. എന്തായാലും സസ്പെൻസ് തുടരുകയാണ്. ഏത് നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ ചർച്ചകൾ നാളത്തേക്ക് നീളുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയുവാനുള്ളത്. അഖിൽ, ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇത് തെരുവിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി മാറിയിരിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും അത്തരം പ്രവണതകളൊന്നും ശരിയല്ല എന്നൊരു അഭിപ്രായം തന്നെ ഉള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അത് വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളിനകത്ത് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ കേരളത്തിലുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ ആസ്പിറൻസ് ആയിട്ടുള്ള ചർച്ച ചെയ്യപ്പെടുന്ന 3 നേതാക്കന്മാരും ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായി അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാം ആഗ്രഹവും അവരുടെ എല്ലാം താല്പര്യങ്ങളും അവരുടെ എല്ലാം സീനിയോറിറ്റിയും അവരുടെ എല്ലാം മെജോറിറ്റിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും പാർട്ടിയുടെ ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള മെജോറിറ്റി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾക്കാണ് ഈ മെജോറിറ്റി കിട്ടിയിരിക്കുന്നത്. അല്ല, ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു ഘടകമല്ല. കാരണം പാർട്ടിയുടെ നമ്മുടെ എഴുതപ്പെട്ട നിയമമനുസരിച്ച് വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ അത് നമ്മുടെ വോട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസമുള്ള ആർക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ തെളിയിക്കാനായിട്ട് 6 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അത് വിജയിച്ച് വന്നാൽ മാത്രം മതി. അതിൻ്റെ ഒരു നിയമവശം അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ അവകാശപ്പെടാൻ പോകുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് ഈ MLA-മാർ, അതുകൊണ്ട് MLA-മാരുടെ പിന്തുണ എന്ന് പറയുന്നത് ജനപിന്തുണയാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എല്ലാ തവണയും അതേ രീതിയിൽ വരണം. ഞാൻ ഈ പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകലിംഗ ഒരു വ്യക്തിത്വത്തെ കാണിച്ചുകൊണ്ട് മാത്രമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വളരെ മികച്ച ഉത്സാഹത്തോടുകൂടി വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആഴമേറിയ പാരമ്പര്യമുള്ള ഒത്തിരി നേതാക്കന്മാർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള 3 നേതാക്കന്മാരാണ് ശ്രീ KC വേണുഗോപാലാണെങ്കിൽ, VD സതീശനാണെങ്കിലും, രമേശ് ചെന്നിത്തലയാണെങ്കിലും. അപ്പോൾ ആ നേതാക്കന്മാരുടെ അവരുടെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാഗമായി കടന്നു വന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി കടന്നു വന്ന്, കോൺഗ്രസിൻ്റെ ഭാഗമായി സജീവ രാഷ്ട്രീയത്തിൻ്റെ പടുതലങ്ങളിൽ കേരളത്തിലെ സംയുക്ത സമര നേതൃത്വത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്നൊരാളെ ചൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇടപെടുകയാണ്. ഡൽഹിയിലെ ദൃശ്യങ്ങളാണ് വരുന്നത്. ചർച്ച അവസാനിച്ചു. രാഹുൽ ഗാന്ധി ഖർഗെയുടെ വീട്ടിൽ നിന്ന് മടങ്ങി. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? മഞ്ജുഷ, യോഗം കഴിഞ്ഞു. രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ ഖർഗെയുടെ വീട്ടിൽ നിന്ന് മടങ്ങാൻ അദ്ദേഹത്തിനെ മാധ്യമങ്ങളടക്കം മുന്നിൽ നിന്ന് മാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോഗം കഴിഞ്ഞു എന്നത് മാത്രമാണ് പുറത്തു വന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ വിഷയത്തിലൊന്നും നമുക്ക് ഈ ഒരു കൺഫർമേഷൻ തൽക്കാലം ഇപ്പോൾ നൽകാനാവില്ല. എന്തായാലും യോഗം കഴിഞ്ഞ് നേതാക്കൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തായാലും യോഗത്തിൽ നിന്ന് മടങ്ങിയാണ്. രാഹുൽ ഗാന്ധി യോഗത്തിൽ നിന്ന് മടങ്ങിയാലും അല്പസമയത്തിന് ശേഷം കൂടി ചിലപ്പോൾ യോഗം മറ്റ് നടപടിക്രമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ, പ്രധാന തർക്കം ഒന്നുകിൽ തർക്കത്തിന് പരിഹാരം ഉണ്ടായി, അല്ലെങ്കിൽ ചിലപ്പോൾ തർക്കപരിഹാരം ആയില്ല എന്ന് രണ്ടും നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ യോഗത്തിൽ നിന്ന് മടങ്ങുകയാണ്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി യോഗത്തിൽ നിന്ന് മടങ്ങുകയാണ്. ചർച്ച അവസാനിച്ചു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച പോകുമോ? തർക്കം തുടരുകയാണോ?
അതോ ഒരു സമവായത്തിലേക്ക് എത്തിയോ? കോൺഗ്രസിന്റെ ചരിത്രം വെച്ച് നോക്കിയാൽ ചർച്ചകൾ ദിവസങ്ങളോളം നീളുന്നതാണ്. അതല്ല ഇന്ന് തന്നെ ഒരു തീരുമാനമാവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ഗുണകരമായ ഒന്നായി ഭവിക്കുകയും ചെയ്യും. ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ? ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഇന്ദിരാഭവനിൽ അതിന്റെ ചൂട് കാണാനുണ്ട്. പക്ഷെ അവിടെ കൂടിയിരിക്കുന്നത് KC പക്ഷ നേതാക്കളാണ്. അല്ല, പൊതുവിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. ഒരു സമന്വയത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കും. ആ ശ്രമം പരാജയപ്പെടുമ്പോൾ മാത്രമേ പൊട്ടിത്തെറിയിലേക്കോ അതല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമൊക്കെ പ്രഖ്യാപനത്തിലായിട്ട് വരികയുള്ളൂ. ഒരാളെ പ്രഖ്യാപിക്കാൻ എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ അത് ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് തീർച്ചയായിട്ടും KC വേണുഗോപാലിന് അനുകൂലമായിട്ടേ വരുള്ളൂ. കാരണം ഹൈക്കമാൻഡിൻ്റെ പാർട്ടാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ലെജിസ്ലേച്ചർ പാർട്ടിയുടെ ഭൂരിപക്ഷം ആൾക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ ഇത് എങ്ങനെ ഒരു സമന്വയം കൊണ്ടുവരാൻ കഴിയും? ഇക്കാര്യത്തിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്, പട നയിച്ചു എന്നവകാശപ്പെടുന്ന VD സതീശനുണ്ട്, അദ്ദേഹത്തിൻ്റെ ജനകീയ പിന്തുണയുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മൂന്നുപേരെയും കടക്കാത്ത രീതിയിൽ അത് അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ച പോലെയുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, രാജസ്ഥാനിലും മറ്റു സ്ഥലങ്ങളിലും. തത്സമയ ദൃശ്യങ്ങളാണ്. ചർച്ച അവസാനിച്ച് നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കാണുന്നു. രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, സണ്ണി ജോസഫുണ്ട്, VD സതീശനുണ്ട്, പ്രമുഖ നേതാക്കളൊക്കെ കൂടി നിൽക്കുന്നു. എന്തായാലും ആകാംക്ഷയുടെ നിമിഷങ്ങൾ ഡൽഹിയിലും കേരളത്തിലും ഒരേ സമയം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ഖർഗെയുടെ വീട്ടിലെ ചർച്ചകൾ അവസാനിച്ചു. നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളതാണ്. ऑडियो कैसा है तेरा भाई? प्लीज चलो. ओके 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 प्लीज सर. यस 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 प्लीज प्लीज. आप लोग नहीं स्टॉप हो गए तो कैसे होगा? प्लीज साइन प्लीज. फायर मॉल क्यों कर रखा है? साइलेंट कर दो यार. Today we had today from 4 o'clock till now we had a long discussion with CP Kharge ji and Rahul Gandhi ji, the KPCC president, the former LOP, the GSO and Ramesh Chennithala, KC Venugopal ji, Sunny Joseph ji, VD Satishan ji and two observers, Mukul Vasnik ji and Ajay Makin ji. Each of us spoken to Honorable CP and Rahul ji. Individually also we spoke and they have given their guidance. For last 2-3 days there are some over enthusiastic workers and some unruly incident happened in Kerala. People have given us landslide majority and those unruly incidents are not our Congress culture. So we are requesting all the workers to stop this kind of activity. And also, very soon, I think in due
time, we will get the final decision by our High Command, and we are waiting for that. Today or tomorrow? In due time. How many time it will take? Due means? Due time is 23rd is the last day. So due time means due course of action should be taken on due time. No final decision has to be taken by the High Command. That is what one line resolution all the MLAs have signed and Madam, said. what is the restraint point in taking a decision, final decision? That we can't say. This is the final decision of our High Command. Who will take the decision? Okay, thank you. Kharge ji and Rahul ji. Thank you. തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ദീപാദാസ് മുൻഷി പറയുന്നത്. സമയബന്ധിതമായിട്ട് തീരുമാനം എടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്രോപ്രിയേറ്റ് ടൈമിൽ ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കല്, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിലുണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങളോട് എല്ലാവരോടും എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. KPCC പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നൊക്കെ പറഞ്ഞതിനെ ഞാൻ എൻഡോസ് ചെയ്യാണ്. കാരണം ഇത് ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ രമേശിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നല്ല ഒരു ചരിത്ര വിജയമാണ് UDFൽ ലഭിച്ചത്. ആ വിജയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരുമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ 3 പേരുടെയും പേരുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങൾ നടന്നത്. അത് ആവേശഭരിതരായ ആളുകളോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളോ ഒക്കെ ഇങ്ങനെ ബോർഡുകൾ വെക്കുകയും ബാനറുകൾ കെട്ടുകയും ജാഥ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേതോട് കൂടി ഇതെല്ലാം അവസാനിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് KC വേണുഗോപാൽ BD സതീശൻ കൂടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. സാർ, മുഖ്യമന്ത്രി എപ്പോൾ പ്രഖ്യാപിക്കും? ഞാൻ കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയുമായിട്ട് ഞങ്ങളെല്ലാവരും AICC ജനറൽ സെക്രട്ടറിയുടെയും കേരളത്തിൻ്റെ നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ദീർഘമായ ചർച്ചകളെ തുടർന്നുള്ള തീരുമാനങ്ങളാണ് ഇവിടെ ദീപാജിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരും അറിയിച്ചത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ AICC പ്രസിഡന്റും രാഹുൽജിയും എടുക്കുന്ന തീരുമാനം എല്ലാവരും ഏകസ്വരത്തിൽ അംഗീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലും UDFലും അർപ്പിച്ച വലിയ വിശ്വാസം, ആ വിശ്വാസം സംരക്ഷിക്കണം. ഈ ദിവസങ്ങളിലുണ്ടായ
മോശമായിട്ടുള്ള വാർത്തകളിൽ തിരുത്തൽ വരുത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും യോജിച്ച് ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരോടും പ്രവർത്തകരോടും അത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന് ഞങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തമായ ഉറപ്പ് പൂർണ്ണമായിട്ടും പാലിക്കാൻ ഞങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞങ്ങളോട് സഹകരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഡൽഹി ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് പതിവ് തെറ്റിച്ചില്ല. പതിവ് പോലെ തന്നെ ചർച്ചകൾ നീളുകയാണ്. ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. ഇപ്പോൾ നേതാക്കൾ പറയുന്നത് അണികളോട് സംയമനം പാലിക്കണം എന്നാണ്. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള പ്രകടനങ്ങൾ, അതുപോലെ തന്നെ ബോർഡുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ നശിപ്പിക്കുന്നത് അത് ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ് നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, എന്തായാലും കോൺഗ്രസിൽ ഇത്തവണയും പതിവ് പോലെ തന്നെ ചർച്ചകൾ നീളുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ വെറുതെ കാത്തിരുന്നു KPCC ആസ്ഥാനത്ത് KC അനുകൂലികൾ. അല്ല, എന്തായാലും ഈ ചർച്ച തുടങ്ങി വെച്ചത് നന്നായി. അതേസമയം അണികളോട് സമാധാനം പാലിക്കാൻ പറഞ്ഞതും നന്നായി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഒരു ഫോർമുലയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അതുകൊണ്ടാണ് കുറച്ച് നീട്ടിയായാലും ഈ ചർച്ച തുടരും. അത് ഇൻഫോർമലായിട്ടായിരിക്കും തുടങ്ങുന്നത്. അതിനി നെഗോഷിയേഷൻ പല രീതിയിൽ നടക്കാമല്ലോ, ടെലിഫോണിൽ കൂടിയും അല്ലാതെയും നേരിട്ട് കണ്ടുമൊക്കെ പറയാമല്ലോ. ഇപ്പോഴത്തെ ഈ മാധ്യമ ശ്രദ്ധ ഇത്രയും കട്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് കൂടുതൽ പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ കൂടുതൽ ഇമോട്ടീവായിട്ട് വികാരപരമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രകടനങ്ങളോ ഒക്കെ വരുമ്പോൾ അത് ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശയുണ്ടാക്കും. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് അവസാനിച്ച് കൗണ്ടിങ്ങിനിടയിൽ കാണിച്ച ബഹളം, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പൊതുജനമധ്യത്തിൽ വിഴുപ്പലക്കുന്നത് പോലെ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞു എന്ന് കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു വെടിനിർത്തൽ പോലെ ഒരു തീരുമാനം വന്നു. ഇനി അത്തരം പ്രകടനങ്ങളൊന്നും വേണ്ട. 3 പേരുടെയും അഭിപ്രായം സമന്വയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോർമുല ഉണ്ടാക്കാനാണ് ഇത് പരിശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ MLA-മാരുടെ എണ്ണം അത് KCക്കാണല്ലോ അനുകൂലം. അതിന്റെ ഒരു ആനുകൂല്യം KCക്ക് കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ മറ്റ് 2 നേതാക്കളും ഈ ആനുകൂല്യത്തിന് അപ്പുറത്ത് അവരുടെ മെറിറ്റ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൈയടക്കുവാനുള്ള ശ്രമം തുടരുമെന്നാണോ? KC വെട്ടിമാറ്റപ്പെടുമോ MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും? അല്ലേ, മെറിറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനാണ് ആദ്യത്തെ ക്ലെയിം കൊടുക്കേണ്ടത്. അതിന് സംശയമൊന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് നയിച്ച ഒരാളാണ്. എല്ലാ ടീം UDF എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് പ്രാക്ടിക്കലാക്കിയ ആളാണ്. കഴിഞ്ഞ 5 വർഷം നല്ലതുപോലെ ജോലി ചെയ്ത ഒരാളാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല. വിജയിക്കുക, 100 സീറ്റ് നേടുക എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആസ്പിറേഷണലായിട്ട് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ളൊരു പ്രയത്നത്തിൽ അദ്ദേഹം ഇടപെട്ടു. അതിൻ്റെ വികാരം ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ബാക്കി 2 കാര്യങ്ങൾക്കും മറുവശത്തൊരു മെറിറ്റുണ്ട്. ഒരു സീനിയോറിറ്റിയുടെ ഘടകമെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തല തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അവകാശമുണ്ട്. വളരെ സീനിയറായൊരു ഈ 3 പേരിൽ സീനിയർ അദ്ദേഹമാണ്. ഇത് രണ്ടുമല്ലാതെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളായതുകൊണ്ടാണല്ലോ ഈ വിവാദം ഇത്രയും വന്നത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ 8-9 MP-മാർ കേരളത്തിൽ മത്സരിക്കാൻ തയ്യാറായല്ലോ. അപ്പോൾ അന്ന് ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനം എന്താണ്? MP-മാരൊന്നും മത്സരിക്കാൻ പാടില്ല. ആ തീരുമാനം അറിയിച്ചത് വേണുഗോപാലാണ്. പക്ഷേ ഇപ്പോൾ MP-മാരായ ഒരാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്രയും വന്നതാണ് ഇപ്പോഴത്തെ ഇത്രയും വലിയ വിവാദത്തിന് കാരണമാക്കിയത്. അത് നമുക്കറിയാമല്ലോ, ഒരു ഗെയിമിനൊരു നിയമമുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിച്ചുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സാധാരണയായി ജനങ്ങൾ അതിൽ വിമർശിക്കും. അതുകൊണ്ട് MLA-മാരുടെ കണക്ക് എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ അതിന് സംശയമൊന്നുമില്ല, അത് KC വേണുഗോപാലിന് തന്നെയാണ്. കാരണം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്, ശക്തനാണ്, സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജനകീയതയേക്കാൾ കൂടുതൽ പ്രാധാന്യം MLA-മാർ പറയുന്നതെടുത്താണെങ്കിൽ യാതൊരു സംശയമില്ല, അത് KC വേണുഗോപാലാണ്. പക്ഷേ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാനുണ്ട്. അസം പാർലമെൻറ്റിലേക്ക് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടണം. ചിലപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരാൾ രാജിവെക്കുന്ന മാത്രമല്ല, അയാൾ പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ ആ സീറ്റിലേക്ക് അയാൾ യോഗ്യനല്ലെങ്കിൽ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റെവിടെയെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിയിൽ എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ കൊടുക്കണം. അങ്ങനെ 2 പേർക്കല്ല 3 പേർക്ക് സ്ഥാനചലനവും മാറ്റവും ഉണ്ടാകും. പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസ്ക്, പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസ്ക്, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നത്. കാരണം വളരെ ക്ലിയറായിട്ട് ജനങ്ങളൊരു മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം
പെട്ടെന്ന് ഒരു ലാൻഡിംഗ് പ്രോബ്ലം വരുന്നു എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ അത് ശരിയുമാണ്. ആ വിമർശനത്തിന് അർത്ഥമുള്ളതുമാണ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് നേതാക്കൾ തമ്മിലാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ എങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു, അത് നമുക്ക് സമ്മതിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു മൂന്നാമതൊരാൾ ഇക്കാര്യത്തിൽ ചിത്രത്തിലേ ഇല്ലാത്ത ഒരാൾ കടന്നു വന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമായത്. ഡോക്ടർ ജി ഗോപകുമാർ അത് കൃത്യമായി നിരീക്ഷിച്ചു. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതും എം പിമാർ കളത്തിലേക്കില്ല എന്നുള്ള കാര്യം. പിന്നെ അദ്ദേഹം തന്നെ ഇടപെട്ട് ഈ കളം മാറ്റുന്നു, ഈ നിയമം മാറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കില്ല. അല്ല, ഞാൻ അതിനകത്ത് ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ചെറിയ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നൊരു കാര്യം, അത് ഈ ജനകീയതയെ സംബന്ധിച്ച് ഈ മൂന്ന് നേതാക്കന്മാർക്ക് അവരുടേതായ ജനകീയതയുണ്ട്. ഈ KC വേണുഗോപാലാകട്ടെ ആലപ്പുഴ പോലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത്രയും ജനകീയനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജനകീയതയെ പറ്റി നമുക്ക് അത്തരത്തിൽ കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ പറയാം, അത് ഹരിപ്പാട് ഈ രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന VD സതീശൻ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ ഷെയർ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്ന ഒരാളാണ്. അപ്പം ജനകീയതയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ പറയുന്ന മൂന്ന് പേർക്കും തത്തുല്യമായിട്ടുള്ള ജനകീയതയുണ്ട് എന്ന് തന്നെ എടുത്ത് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കും, ജനകീയത തൂക്കി നോക്കേണ്ട ഒരു സമയമാണോ? അല്ല, KCയുടെ ജനകീയത തൂക്കി നോക്കേണ്ട ഒരു സമയമല്ലല്ലോ ഇത്. അല്ല മഞ്ജുഷി, ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് തന്നെ ഞാനിപ്പോൾ കാണുകയുണ്ടായി. മൂന്ന് നേതാക്കന്മാരും കൂടെ പിടിവലി കൂടുന്നതായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് നിങ്ങളുടെ ചാനലിൽ പോലും കാണിക്കുന്നത്. ഇത്തരം ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ കാണിക്കുമ്പോൾ ഇതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇത് വലിയ പ്രശ്നമാണ്, ആഗോള പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അസ്വാരസ്യത്തിന്റെ ഭാഗമായി അത് തെരുവിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങൾ എന്താണ് സ്ക്രീനിൽ കണ്ടത്? മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഐക്യത്തോടു കൂടി മൂന്ന് പേരും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ കണ്ടതാണ്. KPC പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടതാണ്. ദീപദാസ് മുൻഷി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടതാണ്. എല്ലാവരും ഐക്യത്തോടു കൂടി അവരവരെ സ്നേഹിക്കുന്ന പ്രവർത്തകരോട് സമീപനം പാലിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ അവർ തമ്മിൽ അവിടെ കിടന്ന് നിങ്ങളുടെ ഗ്രാഫിക്സിൽ കാണിച്ച പോലെ അവിടെ കിടന്ന് തല്ലുകൂടുന്ന സീനല്ലല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഹൈക്കമാൻഡിനുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്, KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയെ കടന്നു വരാൻ പാടില്ല എന്നുണ്ടോ? തിരഞ്ഞെടുക്കപ്പെട്ട 102 MLA-മാർക്ക് അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല എന്നുണ്ടോ? ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ പറയുകയാണ് എനിക്ക് ഇന്നയാൾ മുഖ്യമന്ത്രിയാകണമെന്ന് പറയാൻ കഴിയുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹം ഇപ്പോൾ MP ആയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പാടില്ല എന്നുള്ള ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ബാറ്റ് ചെയ്തത് കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ പേര് ഈ MLA-മാർ പറയുന്നത്? അതല്ല, അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ ഈ രണ്ടിലൊരാൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയുള്ളൂ. അദ്ദേഹം ബാറ്റ് ചെയ്യാൻ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രീസിൽ അദ്ദേഹം ഉണ്ട്, അതുകൊണ്ടാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഇവർ പറയില്ല. അദ്ദേഹം സ്വയം ഞാനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ MLA-മാരുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്ന നിരീക്ഷകരുടെ മുന്നിൽ പറയാൻ ബാധ്യസ്ഥരാകും. 4 घंटे मीटिंग चले, अच्छा सा मीटिंग हुआ, सारे नेता लोग अपना अपना मन का भावना कांग्रेस अध्यक्ष और राहुल जी को बताए और हमारे हाल कमान उसके ऊपर डिसाइड करेगा। क्या और ये कहा जा रहा है आपके नाम की चर्चा हुई है CM को लेकर? नहीं, सबका नाम के चर्चा हुआ. ഡൽഹിയിൽ 50 ദിവസം എടുത്തു മുഖ്യമന്ത്രി തീരുമാനം. അതുപോലൊന്നും വരില്ല, അങ്ങനെ നേരത്തെ തീരുമാനം. और आप सीनियर मोस्ट लीडर हैं केरला के, पहले भी अपॉर्चुनिटी आपको नहीं मिल पाया था CM. ओके, थैंक यू ब्रदर, थैंक यू. കിരൺ ബാബു ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. കിരൺ, എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? നാളെയും ചർച്ച തുടരുമെന്ന് തന്നെയല്ലേ? ചർച്ചയിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഇതിൽ സാധ്യത എന്തെങ്കിലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. ആ അപൂർവമായി മാത്രം ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ. ഹൈക്കമാൻഡിന് വിട്ട് സമവായത്തിലേക്ക് എത്താൻ കഴിയാത്തത് നിങ്ങൾ എന്താണ് ഇത് സംസാരിച്ച എല്ലാ കാര്യങ്ങളും അവർ മുതിർന്ന ഒരു പ്രോസസ്സില്ലേ? ഹൈക്കമാൻഡിനൊരു പ്രൊസീജിയർ, ഒരു പ്രോസസ്സുണ്ട്. ഏത് സ്ഥലത്താണ് ഇത്രയും വേഗത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഏത് സ്റ്റേറ്റിലാണ് നടന്നത്? ഏത് പാർട്ടിയുടെ അതിലാണ് ഇത്രയും സ്പീഡായിട്ട് ഈ പ്രോസസ്സ് നടന്നിരിക്കുന്നത്? നിങ്ങൾ അസ്വസ്ഥരായല്ലേ? അത് കാരണം ഒരു പാർട്ടിയുടെയും ഇത്ര വേഗത്തിലും ഇത്ര സ്പീഡിലും ഈ പ്രൊസീജിയർ നടന്നിട്ടില്ല.
ഒരു വൈകലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അവിടെ നിന്ന് ഡിസിഷൻ പ്രഖ്യാപിക്കേണ്ട കാര്യം തൃപ്തിയുണ്ടോ? 100%. There is no delay. There is no delay. This is the fastest procedure. They have done it very fast. You inquire about the other states, other parties, how they are selecting. Then they will inform you. അത് നിങ്ങൾ കേൾക്കാണ്ടാണ് ഞങ്ങൾ തന്നെ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. തർക്കമില്ലെന്നാണോ? ഒരു തർക്കവും ഇതിലില്ല, എല്ലാം ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണോ? ഞാൻ പറയാനുള്ളതെല്ലാം എന്നാലും ഒരു പുഞ്ചിരിക്കപ്പുറത്ത് ഒരു വ്യക്തമായ അവിടെ മീഡിയ കണ്ടാണ്, വീണ്ടും ഇവിടെ വന്ന് മീഡിയ കാണുന്നത് അതൊരു ശരിയല്ലല്ലോ. അവിടെ ഇപ്പോൾ മീഡിയ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ടു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഇവിടെ വീണ്ടും വേണ്ടിയിട്ടാണ് ഈ അണികളെല്ലാം തെരുവിൽ വലിയ പ്രകടനം നടത്തിയത്. ഈ കേരള ഹൗസിൽ പോലും ഇന്നലെ രാത്രി വൈകിയും പ്രകടനങ്ങൾ ഉണ്ടായി. ഓൾ ദി ബെസ്റ്റ്. നേതാക്കൾ ആഹ്വാനം ചെയ്ത പ്രകാരം ഇപ്പോൾ അണികൾ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യമാണ് നേരത്തെ കണ്ടിരുന്നു. KC വേണുഗോപാലിന്റെ ആദ്യം പാലഭിഷേകം നടത്തുകയും പിന്നീട് കരിയോയിലൊഴിക്കുകയും ചെയ്ത സമ്മേളനം ഞങ്ങൾ കണ്ടു. അതിൽ 3 നേതാക്കളും കൃത്യമായി തന്നെ പറഞ്ഞു ഈ മുഴുവൻ ഫ്ലെക്സുകളും സിറ്റിയിൽ വെച്ചിട്ട് ഫ്ലെക്സുകൾ, തോരണങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യണമെന്ന്. 3 ഞങ്ങളുടെ നേതാക്കളാണ്. 3 പേരും KC വേണുഗോപാലും VD സതീശനും ഞാനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഞങ്ങൾ എല്ലാവരോടും എല്ലാ പ്രവർത്തകരോടും നേതാക്കളോടും ആവശ്യപ്പെട്ടത് ഈ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതിന് ശേഷം എല്ലാ ഫ്ലെക്സുകൾ മാറ്റാനും എല്ലാ കാര്യം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തകർ നമ്മുടെ വിജയത്തിന്റെ ഒരു മഹിമ കളയാതെ എല്ലാവരും അതെടുത്ത് മാറ്റണമെന്നാണ് തീരുമാനം. കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ ഇനി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഒരുമിച്ച് സംസാരിച്ചതിന് ശേഷം നേതാക്കൾ പ്രത്യേകം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ നേതാക്കൾക്കും വേണ്ടി ചേരി തിരിഞ്ഞുള്ള പ്രകടനങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഒരു ആഹ്വാനവും ചെയ്തു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യത്തിൽ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റുന്നതും കാണാം. വളരെ വിവാദമായതാണ് ഈ ഫ്ലെക്സ് ബോർഡ്. അവിടെ ഫ്ലെക്സ് ബോർഡ് കീറുന്നതിനിടെ ഉമ്മൻചാണ്ടിയുടെ മുഖം കൂടി കീറിയത് അത് വലിയ വിവാദം ഉണ്ടാക്കിയതുമാണ്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ച തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. കിരൺ, എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ല. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഒരു സമവായത്തിന്റെ നിർദ്ദേശം എവിടെയെന്നെങ്കിലും ഉണ്ടാവുകയും. പറഞ്ഞോളൂ കിരൺ. മഞ്ജുഷ് തുടരാമോ? പറഞ്ഞോളൂ. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു പലപ്പോഴും ഇത് 6 മണിക്ക് പ്രഖ്യാപിക്കും, 6:30 പ്രഖ്യാപിക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ അതിനുള്ള സാധ്യത കാണുന്നില്ല എന്നത്. കാരണം അതിന്റെ മറ്റൊന്നുമല്ല, വളരെ ലളിതമാണ്. ഈ 3 പേരും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. 3 പേർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു സമവായ വഴി കണ്ടെത്തണം. സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ആ ചർച്ചകൾക്ക് മുന്നോടിയായി ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ തന്നെ ഈ 3 പേരുമായി അനൗദ്യോഗികമായ ചില ചർച്ചകളൊക്കെ നടത്താറുണ്ട്. അത് ഏതൊക്കെ സ്റ്റാൻഡ്, നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ മറിച്ചാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റാൻഡ് എടുത്താൽ അതിൽ നിങ്ങൾക്ക് എവിടെ അംഗീകരിക്കും, അത്തരം ഒരു ഏകദേശം. ഇത് അങ്ങനെ ഒന്നുമില്ലാതെ തുടക്കത്തിൽ മുതൽ ചർച്ചയിലേക്ക് പോവുകയാണ്. ഇവർ 3 പേര് സ്വന്തം സ്റ്റാൻഡിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ലായതുകൊണ്ടാവാം അത്തരം നിലപാട് സ്വീകരിച്ചത്. അവിടെ ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് ഖർഗെയുമായി ചർച്ച നടത്തി പിന്നീട് രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് പകരം 2 പേരും കൂടി ചേർന്ന് ചർച്ച നടത്തുക എന്നുള്ളതാണ്. പക്ഷേ 2 പേരും ചർച്ച നടത്തുമ്പോഴും ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ അത് KC വേണുഗോപാലിനാണ്. ആ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയിൽ KC വേണുഗോപാൽ സ്വാഭാവികമായും തെരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശം വരുന്നു. ആ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയെ രമേശ് ചെന്നിത്തലയും VD സതീശനും അംഗീകരിക്കുന്നില്ല. അതിന് 2 പേർക്കും വാലിഡായ പോയിന്റ്സ് ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് കഴിഞ്ഞ
തവണ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റിയത് ഭൂരിപക്ഷ പിന്തുണ അവഗണിച്ചുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ മാത്രം താൻ എന്തുകൊണ്ട് ഭൂരിപക്ഷ പിന്തുണ അംഗീകരിക്കണം എന്നുള്ള ചോദ്യം ഉയരുന്നു. പാർട്ടിയിൽ ഏറ്റവും സീനിയറായ തനിക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഭരണപരിചയമടക്കമുള്ള തനിക്ക് അത്തരം ഒരു അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. രണ്ടാമത് വരുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ പറയുന്നത് ഇത് കുറച്ച് ഒരു പടി കൂടി കടന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കെ സി വേണുഗോപാൽ കേന്ദ്ര സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലൂടെ വാഗ്ദാനങ്ങൾ നൽകി ചിലരെയൊക്കെ അവർക്ക് മേൽ മറ്റ് ചില പദവികളൊക്കെ വാഗ്ദാനം ചെയ്ത് അങ്ങനെ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഭൂരിപക്ഷമാണ്. നിരീക്ഷകരായി വന്നവരടക്കം അവർ പ്രവർത്തിച്ചത് കെ സി വേണുഗോപാലിന് പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള രീതിയിലായിരുന്നു അവരുടെ അടക്കം പ്രവർത്തനം ഉണ്ടായത്. ഇത് കൃത്രിമമാണ്, അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും പൊതുവായി സ്വീകരിച്ച ഒരേ ഒരു നിലപാടാണ് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചാൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല, ഞങ്ങൾ സാധാരണ MLA-മാരായി തുടർന്നോളാം, ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല. വി ഡി സതീശൻ പറഞ്ഞത് തൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയായി കഴിഞ്ഞു, സർക്കാർ എന്നെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം പൂർത്തിയായി കഴിഞ്ഞു, ഇനി എനിക്ക് ഒരു അധികാരവും വേണ്ട. താൻ മാറി നിന്ന് ഇവരെല്ലാം മാറി നിന്ന് പറയുന്നത് സ്വമേധയാ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നതുകൊണ്ടൊന്നുമല്ല, ഇവർ കൃത്യമായും അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും അങ്ങനെ പ്രതിഷേധിച്ച് ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മാറി നിന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയും ഒക്കെ ഹൈക്കമാൻഡ് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരെയും അനുനയിപ്പിക്കുക, അതിന് ഏതെങ്കിലും ഒരു വഴി കണ്ടെത്തുക. തൽക്കാലം ഹൈക്കമാൻഡിന് മുന്നിൽ അങ്ങനെ മൂന്ന് പേർക്ക് കൂടി യോജിക്കാൻ കഴിയുന്ന ഒരു വഴി അവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കളെയൊക്കെ ചർച്ചയിലേക്ക് വരാനും അത്തരത്തിലൊരു വഴിയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ ഈ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ശരി, ഏറ്റവും അവസാനം ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരും, വി ഡി സതീശൻ രാത്രി വിമാനത്തിൽ കേരളത്തിലേക്ക് മടങ്ങും എന്നുള്ളതാണ്. ഇത് മറ്റൊരു സസ്പെൻസ് കൂടിയായിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരും, വി ഡി സതീശൻ കേരളത്തിലേക്ക് മടങ്ങും എന്നുള്ളതാണ്. കെ സിക്ക് അനുകൂലമായ ഹോർഡിങ്ങുകൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവ മാറ്റിയത്. നിങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾ തന്നെ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ശരി, ശ്രീജിത്ത് പണിക്കർ, എങ്ങനെ തോന്നുന്നു? ഇതിപ്പോൾ ഇന്നെന്തായാലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കില്ല എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിലെ കീഴ്വഴക്കം അതല്ല, ചർച്ചകൾ തുടരുക തന്നെ വേണം. പക്ഷേ കെ സി ഇവിടെ മല പോലെ ഉറച്ചു നിൽക്കുന്നത് അതല്ലേ തടസ്സമായി മാറിയിരിക്കുന്നു? ഒരു കാരണവശാലും സതീശനും ചെന്നിത്തലയും ഇത് അംഗീകരിക്കുകയുമില്ല. ശ്രീ മഞ്ജുഷ്, തീർച്ചയായിട്ടും. കാരണം ഈ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ കെ സിയുടെ മുഖ്യമന്ത്രി താല്പര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതല്ലായിരുന്നുവെങ്കിൽ രണ്ട് ഓപ്ഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച രണ്ടുപേരാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ വി ഡി സതീശനും പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തലയും. ഈ രണ്ട് നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷൻ തേടി പോകേണ്ടുന്ന ഒരാവശ്യവും സത്യത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കെ സിയെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കെ സി ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെല്ലാം ചോദിക്കുന്നത് കെ സിക്ക് എന്താണ് മുഖ്യമന്ത്രിയാകുന്നതിലെ അയോഗ്യത എന്നാണ്. സത്യത്തിൽ അയോഗ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയോഗ്യതയൊന്നും കാണില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകുന്നതിന് അയോഗ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ അയോഗ്യത നിർണ്ണയിച്ചത് ഞാനല്ല, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെയാണ്. നിലവിലെ MP-മാരായിരിക്കുന്ന ആൾക്കാരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന ഇളവില്ലാത്ത ഒരു തീരുമാനമാണ് ആ അയോഗ്യത. MP-മാർ MLA-മാരാകേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവരെങ്ങനെ മന്ത്രിമാരും മുഖ്യമന്ത്രിയാവും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നിയമം എഴുതിയിരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഹൈക്കമാൻഡാണ്. അപ്പോൾ അദ്ദേഹം കൂടി ചേർന്നിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. പിന്നീട് കോൺഗ്രസിന് വലിയൊരു പ്രതിസന്ധി സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ശ്രീ കെ സുധാകരൻ അടക്കം, ശ്രീ അടൂർ പ്രകാശ് അടക്കം, ശ്രീ രാഘവന്റെ പേരെങ്ങനെ പറഞ്ഞു കേട്ടു. അങ്ങനെ പല ആൾക്കാരും ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA-മാരാകുന്നതിന് വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു ഇളവുമില്ല എന്ന മട്ടിലാണ് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന വാർത്തകൾ വന്നതാണ്. പക്ഷെ അതിനെയെല്ലാം തന്നെ മറികടന്ന് ഒരാൾക്കും ഇളവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം കപ്പ് വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഈ നിയമം എഴുതിയിരിക്കുന്ന ആളിന് വേണ്ടിയിട്ട് ആ നിയമത്തിനെ മാറ്റി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയുടെ ഫേവററ്റിസമായിട്ടും ശ്രീ കെ സി വേണുഗോപാലിന്റെ തന്നെ അധികാര ദുർവിനിയോഗമായിട്ടും മാത്രമേ അതിനെ രേഖപ്പെടുത്തുകയുള്ളൂ. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കെ സിക്ക് ആയിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കെ സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം സംഘടനയെ ചലിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. അത് പൊതുജനങ്ങൾ അറിയേണ്ടുന്ന കാര്യമല്ല, പാർട്ടി മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പങ്ക്, അതല്ലെങ്കിൽ ആൾക്കാർക്ക് പ്രചരണത്തിനും മറ്റുമായിട്ട് ഫണ്ട് റേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആർക്കും ഈ ഒരു വിജയം നേടിക്കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും അവർക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ IPL-ന്റെ ട്രോഫി നേടുന്ന ടീമിന്
ആ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ആളല്ലല്ലോ വന്ന് അതിൻ്റെ കപ്പ് വാങ്ങുന്നത്. അത് കളിക്കുന്ന ആൾക്കാരാണ്, കളിക്കുന്ന ക്യാപ്റ്റനായിട്ടുള്ള ആളാണ്, അങ്ങനെയുള്ള ആളാണ് അതിൽ വരേണ്ടത്. അപ്പോൾ ആ സ്ഥാനത്ത് തുല്യരായിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ് നാച്ചുറൽ ഓട്ടോമാറ്റിക് ചോയ്സ് ആയിട്ട് വരേണ്ടത്. അവിടേക്ക് ശ്രീ KC വേണുഗോപാൽ താൻ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രചരണ ഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു ഇൻട്രസ്റ്റ് സ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഏതെങ്കിലും ഒരു കാരണവശാൽ ശ്രീ KC വേണുഗോപാൽ ഈ ഒരു റേസിൽ നിന്ന് പിന്മാറുകയാണ് എങ്കിൽ അദ്ദേഹം എന്തായിരിക്കും മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം എന്തായിരിക്കും പറയുക? നോക്കൂ, ഞാൻ എൻ്റെ നിലപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രചരണ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള താല്പര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, പല ചർച്ചകളിലും പല പേരുകളും വരുമ്പോൾ എൻ്റെ പേര് മൈനസ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആരും തന്നെ അത് ചെവിക്കൊണ്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളടക്കം എനിക്കെതിരെ നിലപാടുകൾ പറഞ്ഞു എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയും. അതായത് അദ്ദേഹത്തിൻ്റെ സൈഡ് സേഫ് ആക്കാൻ നോക്കും. നേരെ മറിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ടാണ് വരികയെങ്കിൽ അദ്ദേഹം പറയാൻ പോകുന്നത്, എനിക്ക് വ്യക്തിപരമായി താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞത് അതാണ്. അപ്പോൾ എന്നോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു, രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എന്നോട് ഈ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ല എങ്കിലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് താല്പര്യമില്ലാത്ത ഈ ഒരു പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക് ചോയ്സ് ആയിട്ട് വരികയായിരുന്നു എന്ന് അദ്ദേഹം പറയും. എന്ന് വെച്ചാൽ രണ്ടാണെങ്കിലും ഡിഫെൻഡ് ചെയ്യാനുള്ള ന്യായം അദ്ദേഹത്തിന് റെഡിയാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം ഓർക്കേണ്ടത്, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ ഇന്നല്ല, ഡൽഹിയിൽ നിന്നല്ല അദ്ദേഹം പ്രവർത്തകരെ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഓപ്ഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് എതിർചേരികൾക്കും വേണ്ടിയിട്ട് നിരവധി തരത്തിലുള്ള പോസ്റ്റർ പ്രചരണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പോസ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറുന്നുണ്ട്. പാലഭിഷേകം നടക്കുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടക്കമുള്ള പടങ്ങളൊക്കെ തന്നെ വലിച്ചു കയറുന്നുണ്ട്. ഇത് നടക്കുന്ന സമയത്ത് അദ്ദേഹം പറയണമായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ എന്താണ് പറഞ്ഞത്, എനിക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഞാൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാത്തത് എന്താണ്? അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണ്, അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ് എന്നതിനെ കുറിച്ച് അറിയാത്ത 47 പേരാണോ KC മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞത്? അങ്ങനെ KC അതിനുവേണ്ടി ഇറങ്ങി, മുഖ്യമന്ത്രി സ്ഥാനത്തിനായി KC ഇറങ്ങി, അത് MLA-മാർക്ക് സന്ദേശമായിട്ട് കിട്ടി. ആ MLA-മാർ KC-ക്കായിട്ട് കൈപൊക്കി. ആർക്കും അറിയാവുന്ന കാര്യമാണ്. മഞ്ജുഷ്, ഒരു കാര്യം പറയാം. CPM-നെതിരെ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കോൺഗ്രസിന്റെ പിന്തുണയോടെ മികച്ച വിജയം നേടിയ പയ്യന്നൂരിലെ V. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ്. കോൺഗ്രസ് പിന്തുണ കൊടുത്തതാണ്. കോൺഗ്രസ്സുകാരത് ഓർക്കുന്നത് നന്നായിരിക്കും. വളരെ വൈകിട്ടാണെങ്കിലും ഈ ഫ്ലെക്സ് ബോർഡും അടിപിടിയൊന്നും ഞങ്ങൾക്ക് വേണ്ടി വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഇതിന്റെ ഡബിൾ ഇഫക്റ്റിൽ ഇതെല്ലാം തന്നെ ഇവിടെ നടക്കാനുള്ള സാഹചര്യമുണ്ട്. ഇവരാരും തന്നെ തൃപ്തരല്ല എങ്കിൽ എന്നുള്ള ഒരു കാര്യം, ഡൽഹിയിൽ നിന്ന് മടങ്ങി വരുന്ന VD സതീശന് അണികൾ വലിയ സ്വീകരണം നൽകുവാനും സാധ്യത കാണേണ്ടതുണ്ട്. ഇപ്പോൾ പ്രകടനങ്ങളോ ഒന്നും നടത്തേണ്ട എന്ന് നേതാക്കൾ പറയുമ്പോഴും ശ്രീ ജയസ് അഖിൽ, ഇവിടെ KC വേണുഗോപാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. ശ്രീ ജയസ് അഖിൽ, ഇവിടെ KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹമാണ് ഈ വിഷയം ഇത്ര വഷളാക്കിയത്. നമ്മൾ ഇപ്പോൾ ഇത് താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ എന്തിനാണ് KC വേണുഗോപാലിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അല്ല, അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നുണ്ടോ? ഞാൻ അത് തെറ്റാണ്. ഇപ്പൊ സമയം ഇതല്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഇന്ത്യയുടെ എഴുതപ്പെട്ട നിയമം അനുസരിച്ചിട്ട് ഒരാൾക്ക് ഏതോ ഇന്ത്യൻ പൗരന് മുഖ്യമന്ത്രിയായ കസേരയിലേക്ക് വരുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ വയ്ക്കൽ. ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന തലത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ, ശ്രീജിത്തിന്റെ സുഹൃത്താണ്, ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതൊക്കെ അവരവർക്ക് അവരുടേതായ, നമുക്ക് നമ്മുടെ രീതിയിലേക്ക് ചിന്തിക്കാവുന്ന, നമ്മുടെ രീതിയിലേക്ക് പറയാൻ കഴിയുന്നൊരു ഇതുണ്ട്. ഇപ്പോൾ 40 MLA-മാർ അല്ലെങ്കിൽ 43 MLA-മാരെ എന്തുകൊണ്ട് KC വേണുഗോപാലിനെ സജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടാണ്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ സംഘടനാപരമായി ഇപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആളുകൾക്ക് ഓരോ കഴിവാണ്. ഇപ്പോൾ ചില ആളുകൾ നന്നായി പ്രസംഗിക്കുന്ന ആളുകളാണ്, ചില ആളുകൾ നല്ല ഡിബേറ്റ്
വോട്ടേഴ്സാണ്. നിങ്ങൾ തന്നെ മാധ്യമങ്ങളിലൂടെ വളർത്തിയെടുത്ത് വിട്ട എത്രയോ യുവജന നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ഇന്ന് എന്താണ്? അപ്പോൾ നമ്മൾ അത്തരത്തിലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. രാഷ്ട്രീയത്തിൽ പൊതുമണ്ഡലത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, തെരുവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, യഥാർത്ഥത്തിൽ ഒരു വിഷയം, ഒരു സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് തെരുവിൽ സമരം ചെയ്ത് പോലീസിൻ്റെ ലാത്തിയടി കൊണ്ട് ഈ പറയുന്ന പോലെ ജയിലിൽ കിടന്ന് സമരം ചെയ്ത് വളർന്നു വന്ന യുവജന നേതാക്കന്മാർ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്തരം ആളുകൾ ഇപ്പോൾ പുതിയൊരു ഒരു ട്രെൻഡാണ്. ചില ആളുകൾ നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ ചില ഈ പറയുന്ന പോലെ PR വർക്ക് നടത്തുന്ന ആളുകൾ മാത്രമാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരെന്ന് ചില ആളുകൾ ചിത്രീകരിക്കപ്പെടുന്നു. അവരാണ് അപ്പോൾ താഴെത്തട്ടിൽ സമരം ചെയ്യുന്ന, താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധമുള്ള, അടിസ്ഥാനപരമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് 24/7 രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് വിലയില്ല എന്നല്ല, ഞാൻ മുഖ്യമന്ത്രി മോഹം ഉണ്ടാകുന്നതും കുഴപ്പമില്ല. സമയം ഇതല്ല, അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഹൈക്കമാൻഡിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. MP-മാർ മത്സരിക്കണം. ഞാനിത് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. തമ്പാനൂർ രവി എന്ന് പറയുന്ന മുൻ MLA, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കുന്നതൊന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഫോൺ എടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തൊന്ന് കറക്കി വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 5000 പേരെ കൂട്ടാനുള്ള കപ്പാസിറ്റി ഉള്ള നേതാവാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ചില ആളുകൾ നന്നായി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ നന്നായി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ കഴിവാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം വേണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലേക്ക്, ഒരു പോസ്റ്റിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ആളെ കൂട്ടാൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളുണ്ട്. നന്നായി പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ അത് കാതോർക്കുകയും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അവരെ നമുക്ക് എന്താണോ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുള്ളൂ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇന്ന ആളെ പാടുള്ളൂ, ഇന്ന ആളിനെ മുഖ്യമന്ത്രിയാകാൻ പാടുള്ളൂ, ഇന്ന ആളുകളെ പാടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചോ, ഇപ്പോൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ഏത് നേതാവിനെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് കേരളത്തിലേക്ക് നിർദ്ദേശിച്ചാൽ ആ നേതാവിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി 2 തവണയും പരിഗണിക്കപ്പെട്ട ആളാണ്. പാർട്ടി 2 തവണയും ഓരോ ആളുകളെ നിർദ്ദേശിച്ചു. ആ തരത്തിലുള്ള വിഭാഗീയ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും ചേർന്ന് 4 പേര്, കേരളത്തിൽ നിന്നുള്ള 4 പേരും ചേർന്ന് കൂട്ടായിട്ട് അഭ്യർത്ഥിച്ചു, ആവശ്യപ്പെട്ടു. ആരോഗ്യപരമായ ചർച്ച കേരളത്തിൽ നടന്നതിൽ രാഹുൽ ഗാന്ധി തൃപ്തിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്ന് നേതാക്കൾ, ശ്രീ സിബി സത്യൻ, നേതാക്കൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പ്രകടനങ്ങളും ഈ ഫ്ലെക്സ് ബോർഡുകളും ഇതൊന്നും വേണ്ട എന്നുള്ളതാണ്. അല്ലാതെ മുഖ്യമന്ത്രി ചർച്ചയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ വേണുഗോപാലും VD സതീശനും ഞാനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഞങ്ങൾ എല്ലാവരോടും, എല്ലാ പ്രവർത്തകരോടും, നേതാക്കളോടും ആവശ്യപ്പെട്ടത് ഈ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതിന് ശേഷം എല്ലാ ഫ്ലെക്സുകൾ മാറ്റാനും എല്ലാ കാര്യം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തകർ നമ്മുടെ വിജയത്തിന്റെ ഒരു മഹിമ കളയാതെ എല്ലാവരും അതെടുത്ത് മാറ്റുവാനാണ് തീരുമാനം. നേതാക്കൾ മടങ്ങി, ഖാർഗെയുടെ വീട്ടിൽ നിന്ന് മടങ്ങി. എന്തായാലും പ്രകടനങ്ങളോ അങ്ങനെ നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങുകയോ ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ശ്രീ സിബി സത്യൻ, കാര്യങ്ങൾ നീണ്ടുപോവുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അഖിൽ പറയുന്നത് കൂടി കേട്ടപ്പോൾ എനിക്ക് ബോധ്യം വരുന്നത് നേതാക്കളെല്ലാം KC പക്ഷത്തേക്കായിരിക്കുകയാണല്ലോ. ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലും KCക്ക് വേണ്ടിയാണ് കൈപൊക്കിയത്. നിഷ്പക്ഷമായ ഒരു നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാമായിരുന്നു. മഞ്ജുഷേ, നമുക്ക് ഇന്നത്തെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാവുന്ന ഇത്രയേ ഉള്ളൂ. ലളിതമായി പറഞ്ഞാൽ ഹൈക്കമാൻഡ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു, എല്ലാവരുടെയും തലയ്ക്ക് ഓരോ കിഴുക്ക് കൊടുത്തു, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു വന്നിട്ട് എല്ലാ അണികളോട് ശാന്തരാവാൻ ആവശ്യപ്പെടുന്നു, എല്ലാ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇനി കളി പൂർണ്ണമായിട്ട് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്, ബോള് പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. ഇനി അവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്ന എന്തായാലും ഹൈക്കമാൻഡിന്റെ ആശീർവാദമില്ലാതെ KC വേണുഗോപാൽ ഈ ഒരു എന്താ പറയുക മുഖ്യമന്ത്രി മോഹവുമായിട്ട് രംഗത്തിറങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹം സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെ വിട്ടു തരണോ വേണ്ടയോ എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡ് എവിടെയെങ്കിലും ഒരു അർത്ഥസമ്മതമെങ്കിലും മൂടാതെ ഇതുപോലെയുള്ളൊരു പരിപാടിക്ക് അദ്ദേഹം എന്തായാലും മുന്നിട്ടിറങ്ങില്ല.
അദ്ദേഹത്തിന്റെ ആ മോഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു MP-യും ഒരു MLA-യും ഒക്കെ ആയിരുന്ന ഉന്നത രാഷ്ട്രീയ നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസരം ഇതായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അവസരം. കാരണം അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോഴാണല്ലോ അതിന്റെ അവസരം വരുന്നത്. അപ്പൊ ആ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സകല മസിലുകളും രംഗത്തിറക്കി അദ്ദേഹത്തിന്റെ പിന്തുണ MLA-മാർക്കിടയിലുള്ള തന്നെ പിന്തുണയൊക്കെ അതിശക്തമായി പെരുപ്പിച്ച് കാട്ടി അദ്ദേഹം ആ രംഗം കൈയടക്കാൻ ശ്രമിക്കുകയാണ്. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് എവിടെയെങ്കിലും ഒരു പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വേണുഗോപാലിന് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ വേണുഗോപാലിനെ വേണമെങ്കിൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വിട്ടുകൊടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാണ് എന്ന് പറയുന്നതിന്റെ സൂചനകളാണ് അത്. പക്ഷെ അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ നാച്ചുറൽ ക്ലെയിം വരുന്നത് 2 നേതാക്കന്മാർക്കാണ്. അതിനകത്ത് സീനിയോറിറ്റി കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്, കാരണം ആദ്യമായിട്ടാണ് ഈ ആൾട്ടർനേറ്റീവ് മിനിസ്ട്രി വരാതിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ജനവിധി 5 വർഷം കഴിഞ്ഞ് ആൾട്ടർനേറ്റീവ് പാർട്ടികൾക്ക് ജനവിധി കൊടുക്കുന്ന ഒരു ശൈലിയാണ് കേരളത്തിന്റെ. എന്നാൽ കഴിഞ്ഞ കോവിഡ് വർഷങ്ങളിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല നല്ല പ്രകടനം കാഴ്ചവെച്ചുവെങ്കിൽ പോലും അവസാനത്തെ 2 വർഷങ്ങൾ പൂർണ്ണമായിട്ടും കോവിഡ് വർഷങ്ങളായിരുന്നു. ആ കോവിഡ് വർഷങ്ങളിൽ കേരളത്തിലെ ജനത കൃത്യമായിട്ടൊരു മുറിയിൽ അടച്ചിരുന്ന് ഈ പറഞ്ഞതുപോലെ അടച്ചിടപ്പെട്ട ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു. അവർക്ക് ആകെപ്പാടെ TV-യിൽ എല്ലാ ദിവസവും 6 മണിക്ക് വരുന്ന പിണറായി വിജയന്റെ ചിത്രവുമായിട്ട് കുരങ്ങിനും കിളിക്കുമൊക്കെ വെള്ളം കൊടുക്കണം എന്നൊക്കെ പറയുന്ന മനുഷ്യ സ്നേഹത്തിന്റെ അപാരമായ ഒരു മൂർത്തിമത് ഭാവമായിട്ട് ശ്രീ പിണറായി വിജയൻ രംഗത്ത് വരികയും ഈ പറഞ്ഞതുപോലെ പുറത്ത് ഒരു വലിയ മഹാമാരിയും മരണഭയവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ അദ്ദേഹവുമായിട്ടൊരു താതാത്മ്യപ്പെടുകയും ചെയ്തു. ട്രോമ ബോണ്ടിങ് എന്നാണ് നമ്മൾ സാധാരണ തന്നെ പറയുക. കാരണം ഇങ്ങനെ അടച്ചിടപ്പെടുകയും പുറത്തുനിന്ന് രക്ഷകൻ കടന്നു വരികയും അദ്ദേഹത്തിനെ എല്ലാ ദിവസവും ജനങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ട്രോമ ബോണ്ടിങ് വളരെ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രീ പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു. അന്ന് സമരങ്ങളില്ലാത്ത കാലഘട്ടമായിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് എതിരെയുള്ള അതായത് അന്നത്തെ മന്ത്രിസഭയ്ക്കെതിരെയുള്ള എല്ലാ ജനവികാരങ്ങളും ഈ 2 വർഷത്തെ കാരാഗ്രഹവാസത്തിൽ അലിഞ്ഞു തീരുകയും അവിടെ രക്ഷകനായിട്ട് ശ്രീ പിണറായി വിജയൻ കടന്നു വരികയും ചെയ്ത ഒരു സാഹചര്യത്തില് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ വോട്ടെടുപ്പില് ഉദ്ദേശിച്ച ഫലമുണ്ടാക്കാതെ വരികയും ചെയ്തു. അങ്ങനെ വളരെ വിചിത്രമായ കാരണങ്ങൾ കൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ഭരണം ഉണ്ടാവാതെ പോയ ഒരു വർഷമായിരുന്നു 2021. 2021 ശേഷം ഈ പറഞ്ഞതുപോലെ കൂടുതൽ MLA-മാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തെങ്കിലും VD സതീശനെ, പുതിയ നേതാവിനെ, യുവ നേതാവിനെ കൊണ്ടുവരാനുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെ VD സതീശൻ രംഗത്ത് വന്നു. VD സതീശൻ കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പൊ നിലവില് യഥാർത്ഥത്തിൽ ഈ സ്ഥാനത്തിലേക്ക് നാച്ചുറൽ ഹെയർ ആയിട്ട് വരുന്ന 2 പേരുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് VD സതീശൻ. കാരണം മുൻ പ്രതിപക്ഷ നേതാവ് അടുത്ത കാലത്ത് K മുരളീധരൻ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് കീഴ്വഴക്കം. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് ഒരു പ്രതിപക്ഷ നേതാവല്ല, 2 പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ്. ഇവർ രണ്ടും തന്നെയാണ്. അതിനിടയിലാണ് KC-യുടെ രംഗപ്രവേശനം. ശ്രീ ഡോക്ടർ G. ഗോപകുമാർ, VD സതീശൻ കേരളത്തിലേക്ക് മടങ്ങുകയാണ്, രമേശ് ഡൽഹിയിൽ തുടരുകയാണ്. താങ്കൾ ഇതിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ അവരുടെ 3 പേരുടെയും 4 പേരുടെയും അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു ഫോർമുല ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്താണ് ആ ഫോർമുല എന്നുള്ളത് വിശദമായിട്ട് ഇനി വരാനേ സാധ്യതയുള്ളൂ. സതീശൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് 100% ചർച്ചകളിൽ തൃപ്തനാണ് എന്നാണ്. ഇതേ ചോദ്യം രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ഡൽഹിയിൽ തുടരുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് വ്യക്തത വന്നു, ചില കാര്യങ്ങൾക്ക് വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഒരു ഫോർമുല കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് സാധാരണഗതിയിൽ അങ്ങനെ വിട്ടുകൊടുത്ത് ഇപ്പോൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി ഇവർ 2 പേരെയും വെറും കൈയോടെ മടക്കി അയച്ചാൽ നമുക്ക് അറിയാമല്ലോ കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാജസ്ഥാനിൽ സംഭവിച്ചത്, മധ്യപ്രദേശിൽ സംഭവിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് ഗ്രൂപ്പുകളുടെ ഒരു കൂടാരമുണ്ടെന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വഴക്കുകളും മത്സരങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടായി പാർട്ടി ഒരുപാട് നശിച്ചു പോയ സാഹചര്യമുണ്ട്. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ 3 പേരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഫോർമുല വേണം. അതിലെന്തൊക്കെ കുറച്ച് ഹോംവർക്ക് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല. തീർച്ചയായിട്ടും അതിനകത്ത് സജഷൻസ് വന്നു. ആ സജഷൻസിനോടൊപ്പം ചില അണ്ടർസ്റ്റാൻഡിങ്ങും വരണം. അത് പൂർണ്ണമായില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രഖ്യാപിക്കാത്തത്.
അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളത് 3 പേരെയും തൃപ്തിപ്പെടുത്തിയല്ലാതെ നമുക്കിതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കേരള രാഷ്ട്രീയം നമുക്കറിയാം, പൊതുസമൂഹം കേരളം എങ്ങനെയാണെന്നറിയാം. വെറും കൈയോടെ ബാക്കി 2 പേരും വരികയാണെങ്കിൽ അവർ ജോലി ചെയ്തതിൻ്റെയും അവർ അധ്വാനിച്ചതിൻ്റെയും ഒരു വിലയും കൽപ്പിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് വിവാദമുണ്ടാകും, ചർച്ചയുണ്ടാകും. അത് ചാനലുകളിൽ മാത്രമല്ല, പൊതുജനങ്ങൾ രോഷം ഉണ്ടാകും. രമേശ് ചെന്നിത്തല എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ നേടിയ വിജയത്തിൻ്റെ മഹിമ കെടുത്തരുത് എന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് ഒരു കോംപ്രമൈസ് ഫോർമുലയിൽ വരണം എന്നുള്ളതാണ്. അത് നല്ല തീരുമാനം, ആ നിലയ്ക്ക് നല്ല തീരുമാനം. പക്ഷേ അകത്തുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. കാരണം വല്ല ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസോ പോർട്ട്ഫോളിയോയുടെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ തീരുമാനം വരുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. സതീശൻ പിണങ്ങിയിട്ടില്ല. വി ഡി സതീശൻ വളരെ സൂചന നൽകി 100% ഞാൻ തൃപ്തനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ 3 പേരും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നമ്മളിവിടെ എല്ലാവരും മിക്കവരും പറഞ്ഞതുപോലെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമാണ് നാച്ചുറൽ ചോയ്സ്, യാതൊരു സംശയവുമില്ല. ശരി ഡോക്ടർ ജി ഗോപകുമാർ, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും കാത്തിരിക്കാം, ഡൽഹിയിലെ ചർച്ച തുടരുകയാണ്. ഇന്ന് പ്രവർത്തകരോട് സംയമനം പാലിക്കണം എന്നുള്ള സന്ദേശം മാത്രമാണ് ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ചർച്ച ഇനിയും തുടരും. അതേസമയം തമിഴ്നാട്ടിൽ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കുകയാണ്. വിജയ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. നാളെയാണ് സത്യപ്രതിജ്ഞ. 4ാം ദിവസമാണ് വിജയ് ഗവർണറെ കണ്ടത്. 6, 7, 8, 9 4 ദിവസങ്ങളിൽ വിജയ് ഗവർണറെ കണ്ടു. ഇന്ന് ഗവർണറെ കണ്ടതോടുകൂടി വിജയ് തൻ്റെ ഭൂരിപക്ഷം ഉറപ്പിച്ച കത്തും നൽകി. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് നേടിയത്. TVKക്ക് 120 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത്. TVKയുടെ 107 അംഗങ്ങൾക്ക് പുറമെ നേരത്തെ കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു. 5 അംഗങ്ങളുടെ പിന്തുണ, അങ്ങനെ 112 എത്തിയതാണ്. അതിനുശേഷം CPIയുടെ പിന്തുണയും CPMന്റെ പിന്തുണയും നേടി, അങ്ങനെ 116 എത്തി. VCKയുടെ പിന്തുണയും ഉറപ്പിച്ചു വിജയ്, അങ്ങനെ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തി. ഒപ്പം മുസ്ലിം ലീഗിന്റെ 2 അംഗങ്ങളും വിജയിയെ പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ 120 എത്തുവാൻ വിജയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വിജയുടെ സത്യപ്രതിജ്ഞ നാളെയാണ്. അത് തമിഴ്നാട് ലോക് ഭവൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നാളെ ഉച്ചതിരിഞ്ഞ് 3:15 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഐതിഹാസികമായ സംഭവങ്ങളാണ് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഒടുവിൽ കാത്തിരുന്ന് വിജയ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. അനിശ്ചിതത്വങ്ങൾ മാറി. ഗവർണർ ഇപ്പോൾ വിജയ് നൽകിയ കത്ത് പരിഗണിച്ചു. 3 തവണ കണ്ടപ്പോൾ ഗവർണർ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് നൽകണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതും വിമർശനത്തിന് കാരണമായിരുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയെ അനുവദിക്കണം എന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. പക്ഷേ അതിനിടയിലും ഗവർണർ ഇതിന് വഴങ്ങിയിരുന്നില്ല. കഴിഞ്ഞ 3 തവണ കണ്ടപ്പോഴും ഗവർണർ ഇതേ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. പിന്തുണയ്ക്കുന്ന അംഗങ്ങളുടെ വിവരങ്ങൾ നൽകണം എന്നുള്ളത്. അത് വിജയ്ക്ക് ഇന്ന് പൂർണ്ണമായിട്ടും നൽകുവാൻ കഴിഞ്ഞു. VCKയുടെ പിന്തുണയും മുസ്ലിം ലീഗിന്റെ പിന്തുണയും ഗവർണറെ അറിയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 120 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ താരോദയമായി മാറാൻ പോകുന്നു. വിജയുടെ സത്യപ്രതിജ്ഞ നാളെ ഉച്ചകഴിഞ്ഞ് 3:15 ചെന്നൈയിൽ നടക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു, KCയെ മുഖ്യമന്ത്രിയാക്കണോ? വേണമെന്ന് 14% പ്രേക്ഷകരാണ് അഭിപ്രായപ്പെട്ടത്. വേണ്ട എന്ന് 83%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.